ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇതും കൂടെ ആകുമ്പോൾ മേജർ പോർഷൻസ് കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എല്ലാം റെക്കോർഡ്സ് രണ്ട് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ്സ് അവൈലബിൾ ആക്കി തരും. ഇതിൽ ഇന്നത്തെ മേജർ പോർഷൻ എന്ന് പറയുന്നത് കോൾഡ് വാർ ആണ്. കോൾഡ് വാർ ഇതും കൂടെയാണ് നമ്മൾ ഒരു ലൈവില് നമുക്ക് ലൈവായിട്ട് തന്നെ പറയേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് ഇതാണ്. അതിലൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കോൾഡ് വാർ. കോൾഡ് വാർ നിങ്ങൾക്ക് ഒരു വിധം ബാക്ക്ഗ്രൗണ്ട് അറിയായിരിക്കും. പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതൊരു കടല് പോലെ കിടക്കുന്ന ടോപ്പിക്കാണ്. കോൾഡ് വാർ എന്ത് വേണോ ചോദിക്കാം. വളരെ മൈന്യൂട്ടായിട്ട് നമ്മളിപ്പം ഈ 28, 29 അല്ലെങ്കിൽ 25-നും 30-നും ഇടയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറയുന്ന ഏരിയയിൽ ടഫായിട്ട് ഞാൻ കാണുന്ന ഏരിയയാണ് കോൾഡ് വാർ. അതിന്ന് ഇപ്പം 5 ക്വസ്റ്റ്യനോളം ഒരിക്കലും ഞാനിപ്പം ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് യൂണിറ്റ് വൈസ് ഓറിയന്റേഷൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും. യൂണിറ്റ് വൈസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതിൽ ചോദിക്കുന്ന 95% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. മെറ്റീരിയൽ പഠിക്കുന്ന ആൾക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷെ IR മിനിമം ഒരു 6-7 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ 6-7 ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആർക്കും ശരിയാക്കാൻ പറ്റുന്നതായിരിക്കില്ല. കുറച്ച് പണിയെടുത്ത് മാത്രമേ ശരിയാക്കാൻ പറ്റൂ. അതിലും കുറച്ച് 5 ഏരിയാസ് ഒക്കെ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ടഫായിട്ട് വരാറുണ്ട്. അങ്ങനെ കാണുന്ന ഏരിയയാണ് കോൾഡ് വാർ. വളരെ അധികം ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം എഫേർട്ട് ഇടുകയും വേണം. എന്നാൽ ഈ പറയുന്ന ട്രീറ്റീസ് എല്ലാം ഒരുവിധം ഓർമ്മയും വേണം. കുറച്ച് ട്രീറ്റീസ് പറയും, കുറച്ച് ഇവന്റ്സ് പറയും. ഇതെല്ലാം ഓർമ്മ നിലനിൽക്കണം. കാരണം ഇവിടെ നിന്നാണ് ടഫ് ആയിട്ടുള്ള ഏരിയ വരുന്നത്. നമുക്ക് ഈസി മെറ്റീരിയൽ മുന്നേയൊക്കെ മെറ്റീരിയൽ പഠിച്ചാൽ, അതായത് രണ്ട് ക്ലാസ്സും പഠിപ്പിച്ചത് മെറ്റീരിയൽ പഠിച്ചാൽ നമുക്ക് 95% കിട്ടുമെന്ന് ഉറപ്പാണ്. ഇത് മെറ്റീരിയലും വേണം, ഒരു ജനറൽ അവയർനെസ്സും വേണം. എന്നാൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കറന്റ് റിലേറ്റഡ് ആയിട്ട് ഇപ്പം റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നു, ഇതേ സമയം പണ്ട് USSR ആയിരുന്നു, ആ USSR സമയത്ത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാവണം. അതായത് ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, കോൾഡ് വാർ സമയത്താണ് അഫ്ഗാനിസ്ഥാൻ USSRന്റെ കയ്യിലായിരുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഏറ്റെടുക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, താലിബാൻ ഏറ്റെടുക്കുന്ന 2020 ആ ഒരു 2020 to 2025 ഇടയിലുള്ള താലിബാനുമായിട്ടുള്ള ഇഷ്യൂ വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തു. ഇത് താലിബാനിന് മുമ്പ് അല്ലെങ്കിൽ ഈ USSR അഫ്ഗാനിസ്ഥാൻ കയ്യിൽ വെച്ച സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചോദിക്കാം. അങ്ങനെ ഈ താലിബാനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരികയോ അല്ലെങ്കിൽ റഷ്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ മുന്നേ ഉള്ള കാര്യങ്ങളും ചോദിക്കാം എന്നുള്ളതാണ് ലോജിക്ക്. അപ്പൊ ഇങ്ങനെ കുറച്ച് ജനറൽ അവയർനെസ്സും വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരുവിധം ബാക്ക്ഗ്രൗണ്ട് അറിയാവുമ്പോഴും എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ച് ടഫ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പെട്ടെന്ന് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു 5-6 ക്വസ്റ്റ്യൻ ഈ ഏരിയയിൽ നിന്ന് ഇപ്പൊ ഒരു ടോട്ടൽ ഒരു 7 തീം ബേസ് ഒരു 7 ക്വസ്റ്റ്യൻ കോൾഡ് വാർ എന്ന് വരികയാണെങ്കിൽ അതിലൊരു 3 ക്വസ്റ്റ്യൻ മാത്രമേ ഈസി ആകാൻ ചാൻസ് ഉള്ളൂ. മെജോറിറ്റി ക്വസ്റ്റ്യൻ ടഫ് ഏരിയ എന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഇതിനെപ്പറ്റി ഒരു ഇതുണ്ടാക്കുക. ഞാൻ PYQസിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആവർത്തിച്ച ചോദ്യങ്ങൾ നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യാലോ അല്ലെ? ഇന്നലത്തെ പോലെ ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും വന്നില്ലല്ലോ. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ കോൾഡ് വാർ എല്ലാവർക്കും അറിയായിരിക്കും. കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കൽ വാറാണ്, ഒരു ഫിസിക്കൽ വാർ അല്ല. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫിസിക്കൽ വാർ അല്ല, ഒരു ഐഡിയോളജിക്കൽ വാറാണ്. ഐഡിയോളജിക്കൽ വാർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം, പോസ്റ്റ് വേൾഡ് വാർ അറിയായിരിക്കും, പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം USSR, ഇവിടെ USSR, ദെൻ ഇവിടെ USA, ഇങ്ങനെ 2 ശക്തികളായിട്ട് തിരിയുകയും ആ 2 ശക്തികൾക്കും 2 ഐഡിയോളജീസ് ആണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെ ഐഡിയോളജീസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് പറയാമോ? USA ഫോളോ ചെയ്ത ഐഡിയോളജിയുടെ പേരെന്താണ്? ഇതൊക്കെ ബേസിക് ആയിട്ടൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല, ഹയർ സെക്കൻഡറി സ്റ്റുഡന്റ് വരെ പറയേണ്ടതാണ്. USA ഫോളോ ചെയ്ത ഐഡിയയുടെ പേരെന്താണ്? സോഷ്യലിസ്റ്റ് ആൻഡ് ക്യാപിറ്റലിസം. സോഷ്യലിസം ആരായിരുന്നു? സോഷ്യലിസം USSR ആയിരുന്നോ USA ആയിരുന്നോ? സോഷ്യലിസം USSR ആയിരുന്നു. സോ ക്യാപിറ്റലിസം ആരായിരുന്നു? USA ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നൊരു ഫിസിക്കൽ വാർ അല്ല, പക്ഷെ ഒരുപാട് ഫിസിക്കൽ വാർസ് നടന്നിട്ടുണ്ട്. നിങ്ങളിപ്പം ഐഡിയോളജിക്കൽ വാർ എന്ന് പറഞ്ഞാലും ഒരുപാട് ഫിസിക്കൽ വാർ ആ സമയങ്ങളിൽ നടന്നിട്ടുണ്ട്. കോൾഡ് വാർ സമയങ്ങളിൽ ഒരുപാട് ഫിസിക്കൽ വാറുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഡയറക്റ്റ് ആയിട്ട് USAയും USSRും തമ്മിൽ അടികൂടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഡയറക്റ്റ് ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായില്ല എന്നേ ഉള്ളൂ. പല സ്ഥലങ്ങളിലും ഉണ്ടായ കോൺഫ്ലിക്റ്റുകളിൽ ഇവർ വെപ്പൺ കൈമാറുകയും അതുപോലെ ഫണ്ട് ഇറക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഏരിയാസ് ആണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. സോ വളരെ ബാക്ക്ഗ്രൗണ്ട് ഫൗണ്ടേഷൻ, ബാക്ക്ഗ്രൗണ്ട് ബേസിക് എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിട്ട് പഠിക്കുക.
ഇതിൽ കൂടുതൽ ഈ മെറ്റീരിയൽ പറയുന്നതിനേക്കാൾ കൂടുതൽ കോൾഡ് വാറിനെ കുറിച്ച്, കോൾഡ് വാർ എന്താണ്, കോൾഡ് വാറിന്റെ ഹിസ്റ്റോറിക്കൽ അങ്ങനെയുള്ള പരിപാടീസ് ഒന്നും പോവാതെ ജസ്റ്റ് ഈ മെറ്റീരിയലുമായിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ. സോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആണ്, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. 1945 1991 ഇടയ്ക്ക് നടന്നതാണ് കോൾഡ് വാർ. ഈ കോൾഡ് വാർ ഏറ്റവും പ്രധാനമായിട്ട്, കോൾഡ് വാർ ആദ്യമായിട്ട് ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ഒരാൾ യു ആൻഡ് അറ്റോമിക് ബോംബ് എന്ന് പറയുന്ന ഒരു എസ്സേയിലാണ് കോൾഡ് വാർ എന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. ഇവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതായത് ആദ്യമായിട്ട് ടേം കോയിൻ ചെയ്യുന്നത് ജോർജ് ഓർവെൽ എന്നാണ് ഒരുപാട് പുസ്തകങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ചരിത്രം നോക്കുമ്പോഴും ഈ ഇദ്ദേഹത്തിന്റെ എസ്സേ പരമായിട്ടാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, UGC നെറ്റിന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ചോദിച്ച ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പോപ്പുലറൈസ് ചെയ്തു എന്നുള്ളതാണ്. പോപ്പുലറൈസ് ചെയ്ത് കോൾഡ് വാർ എന്ന ടൈം പോപ്പുലറൈസ് ചെയ്ത് അതിന്റെ ആൻസർ ആയിട്ട് വന്നത് ബെർണാഡ് ബറുഷ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ അത് കുറച്ച് നാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഇങ്ങനെ UGC ചോദിച്ചിട്ടുള്ള ഉണ്ട്. പോപ്പുലറൈസ് ചെയ്ത രണ്ടാൾക്കാരുണ്ട്, വാൾട്ടർ ലിപ്മാനും ബെർണാഡ് ബറുഷും. കൂടുതലും ബെർണാഡ് ബറുഷ് ആണ് ഈ എന്താണ് ഒരു സ്പെസിഫിക് വാറുമായിട്ട് നമുക്ക് ഇത് എന്താണ് ഒരു ഇന്റർനാഷണലി അപ്ലൈ ചെയ്ത ഒരാൾ ബെർണാഡ് ബറുഷ് ആണ്. അതുകൊണ്ടാണ് കൂടുതലും പോപ്പുലറൈസ് ചെയ്തത് ബെർണാഡ് ബറുഷ് ആണെന്ന് പറയുന്നത്. പക്ഷെ ഫസ്റ്റ് ടൈം കോയിൻ ചെയ്തു എന്ന് പറയുന്നത് യു ആൻഡ് അറ്റോമിക് ബോംബ് എന്ന എസ്സേയിൽ ജോർജ് ഓർവെൽ ആണ്. ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും ശരിക്കും ഇനി നാളെ ഒരു പ്രാവശ്യം ഇത് ചോദിച്ചാൽ കൂടുതലും ആൻസർ ബെർണാഡ് ബറുഷ് ആയിരിക്കും വരാൻ ചാൻസ്. ഇത് രണ്ടുപേരും ഓപ്ഷനിൽ കാണാൻ ചാൻസ് ഇല്ല. ബെർണാഡ് ബറുഷ് ആയിരിക്കും ആൻസർ വരാൻ ചാൻസ് കൂടുതലും. പോപ്പുലറൈസ് ചെയ്തെന്നുള്ള ചോദ്യമാണ് വരാൻ ചാൻസ് കൂടുതൽ. ടൈം കോയിൻ ചെയ്തതിനൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവും. അപ്പം ജോർജ് ഓർവെൽ യു ആൻഡ് അറ്റോമിക് ബോംബ് എന്ന് പറയുന്ന എസ്സേ എഴുതിയിട്ടുണ്ട്. അതിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്, കോൾഡ് വാറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ കോൾഡ് വാർ എന്ന ഒരു ടേം എടുത്തിട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിൽ സ്പെസിഫൈഡ് ആയിട്ട് പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉപയോഗിച്ച ആളാണ് ബെർണാഡ് ബറുഷും വാൾട്ടർ ലിപ്മാൻ. ഓക്കെ, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ആ രണ്ട് ആൾക്കാരെ ചേർക്കാനാണ് നോക്കുക. അതായത് USA കീഴിൽ ഒരുപാട് രാജ്യങ്ങൾ വരണം, USSR കീഴിൽ ഒരുപാട് രാജ്യങ്ങൾ വരണം. സോ ഇവർ രണ്ടും സെൻട്രൽ പവർ ആയിട്ട് ഓരോ സ്ഥലത്തും നിൽക്കും. അപ്പോൾ ഈ USSR റൈറ്റ് സൈഡിന് ഏത് ഡയറക്ഷൻ ആണ്? USSR റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പോ ഡോട്ട് ഇട്ടിരിക്കുന്ന ഭാഗം. ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന ഭാഗം ഏത് സൈഡാണ്? ഈസ്റ്റ് ആണോ, വെസ്റ്റ് ആണോ, നോർത്ത് ആണോ, സൗത്ത് ആണോ? ഞാൻ ഡോട്ട് ഇട്ടിരിക്കുന്ന ഭാഗം ഈസ്റ്റ് ആണോ, വെസ്റ്റ് ആണോ? USSR 2020 ആണോ? എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല കേട്ടോ ദിവ്യ. ഓക്കെ, ഈസ്റ്റ് ആണ്. ഇത് പഠിക്കേണ്ടതിന്റെ നമ്മളത് ജോഗ്രഫി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ചെറിയൊരു ഇത് വേണം. ഈസ്റ്റ് വെസ്റ്റ് എന്നതിന്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് വേണം. ഈസ്റ്റ് ആണ്, വെസ്റ്റ് ആണെന്നുള്ളതിന്റെ ഒരു ഐഡിയ വേണം. അതായത് USA വെസ്റ്റേൺ നേഷൻസ് എന്നും ഇതിനെ ഈസ്റ്റേൺ ഇതെന്നൊക്കെ പറയാം. അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ഒന്ന് ഈ സൈഡ്, മാപ്പിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡ് ആയിരിക്കും. അതുപോലെ ഓരോ കോണ്ടിനെന്റിന്റെയും റൈറ്റ് സൈഡ് എന്ന് പറയുന്ന ഓരോ രാജ്യത്തിന്റെയൊക്കെ റൈറ്റ് സൈഡ് നമ്മൾ ഈസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ ഈ മാപ്പ് ജസ്റ്റ് ഒന്ന് അവെയർ ആവാനാണ് പറയുന്നത്. ഈ യൂറോപ്സിൽ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അതിനൊരു മിനിമം ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈസ്റ്റും വെസ്റ്റും ഞാൻ പഠിപ്പിച്ചു വെക്കുന്നത്. ഈസ്റ്റും വെസ്റ്റും ജർമ്മനിയുടെ കേസിലൊക്കെ പഠിക്കേണ്ടി വരും. ഈസ്റ്റ് ജർമ്മനി, വെസ്റ്റ് ജർമ്മനി, അതുപോലെ ഈസ്റ്റ് സെക്ടർ, വെസ്റ്റ് സെക്ടർ ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ലോജിക്ക് മനസ്സിലാവും. അപ്പൊ USSR ഇവിടെയാണെന്ന് മനസ്സിലാക്കുക. USSRൽ നിന്ന് ഇങ്ങ് വന്നാലേ ഏകദേശം ഇങ്ങെങ്കിലും ഈ ഇത്തരം ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മാത്രമേ യൂറോപ്പിലേക്ക് കയറാൻ പറ്റൂ. അതും യൂറോപ്പിൽ UK പോലുള്ള രാജ്യങ്ങളൊക്കെ താണ്ടി വേണം റഷ്യയിലേക്ക് എത്താൻ. ഇത്ര ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. USA USSR, ഇപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും ഏറ്റവും ബോർഡർ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ സോണിലായിരിക്കും. അതായത് ഈ USSRനെ സംബന്ധിച്ച് ഈ ഏരിയ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് വളരെ ചലഞ്ച് ആയിരിക്കും. അതുപോലെ USAനെ സംബന്ധിച്ച് ഈ ഒരു ഏരിയയിൽ കുറച്ച് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നതും വളരെ ചലഞ്ച് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ഇതിൽ നിന്നാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ ഹോട്ട് ഏരിയാസിൽ നിന്നാണ് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുള്ളത്. അപ്പൊ ഇതൊരു ബേസിക് ആയിട്ടുള്ള അവയർനെസ് ആണ്. ആ ബേസിക് അവയർനെസ് കൊണ്ട് മേ ബി നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ മേ ബി ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല, ജസ്റ്റ് അവയർനെസ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ ആണല്ലോ അല്ലെ? ഈസ്റ്റ് വെസ്റ്റ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ഏരിയ എന്ന് പറയുന്നത് ഞാനിപ്പം അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഏരിയ ആയിരിക്കും. അതായത് USSRന് ഡയറക്റ്റ് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റാത്ത, എന്നാൽ USAക്ക് ആക്സസും ഉണ്ട്. അപ്പൊ ഇവിടെ ആയിരിക്കും കുറെയൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കാൻ ചാൻസ് ഉള്ളത്. കുറെയൊക്കെ തർക്കങ്ങളും അതുപോലെ
ചെറിയ ചെറിയ ലാൻഡുകൾ പിടിച്ചെടുക്കുന്നതൊക്കെ തർക്കമുള്ള ഒരു ഏരിയ ആണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയൊക്കെ ആയിരിക്കും കൂടുതൽ ഫണ്ട് ഇറക്കുന്നത്. ഓക്കെ, ഈ ലോജിക്ക് മനസ്സിലായോ? കോൾഡ് വാറിന്റെ ലോജിക്ക് മനസ്സിലായോ? ഫിസിക്കൽ വാർ അല്ല, ഐഡിയോളജിക്കൽ വാർ ആണ്. വളരെ മിനിമൽ ആയിട്ടുള്ള യുദ്ധങ്ങളെ നടന്നിട്ടുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് കോൺഫ്ലിക്ട് നടന്നിട്ടില്ല. ഇതുവരെ മനസ്സിലായോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ടൈപ്പ് ചെയ്യണേ. എനിക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാനാണ്. ഓക്കെ, ഓക്കെ. ഇനി കോൾഡ് വാർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് കോൾഡ് വാറിന് ശേഷമല്ല, നമ്മുടെ എക്സാം പരിശോധിക്കുമ്പോൾ കോൾഡ് വാറിന് മുമ്പുള്ള പ്രീ കോൾഡ് വാർ എറ എന്ന് പറയുന്ന, അതല്ല എങ്കിൽ ഒരു മിനിമം നേഷൻ സ്റ്റേറ്റിന്റെ കൺസെപ്റ്റ് തുടങ്ങിയതിന് ശേഷം പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ വരെയും, അതായത് 1945 വരെ ഉള്ള ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ നമ്മുടെ സിലബസിൽ അത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. അതായത് ഹിസ്റ്റോറിക്കൽ ഇന്റർനാഷണൽ റിലേഷൻസ് എന്നോ അതല്ലെങ്കിൽ നേഷൻ സ്റ്റേറ്റിന്റെ ചരിത്രം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ അതിന് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കോൾഡ് വാർ എന്ന ഇത് ഞാൻ ഒരു 2 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പോസ്റ്റ് ഈ കോൾഡ് വാർ എന്ന് പറയുന്ന പർട്ടിക്കുലർ എറ, കോൾഡ് വാർ 1945 1991 എന്ന് പറയുന്ന പർട്ടിക്കുലർ എറ, പർട്ടിക്കുലർ കോൾഡ് വാർ എറ എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ഒരു സമയമുണ്ട്, 1600 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 600 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചരിത്രമുണ്ട്, ലോകത്തിനൊരു ചരിത്രമുണ്ട്. അതിലെ മിനിമം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇവന്റ്സ് പഠിക്കുക എന്നുള്ളത് ഒരു ലോജിക്കാണ്. അതും കൂടെ പഠിച്ചാൽ മാത്രമേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടൂ. അതുകൊണ്ട് ഞാൻ 2 ഇതായിട്ടാണ് പഠിപ്പിക്കുക. ഒന്ന് കോൾഡ് വാർ, ദെൻ അതിന് മുമ്പുള്ള പ്രീ കോൾഡ് വാർ, അല്ലെങ്കിൽ പ്രീ കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതാക്കി മാറ്റുകയാണ്, അങ്ങനെയുള്ള ഒരു ഇത്. അപ്പൊ ഇതിനിടയിൽ വേൾഡ് വാർ ഫസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ വന്നു പോകും, വേൾഡ് വാർ ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വന്ന കുറച്ച് ഭാഗങ്ങൾ വന്നു പോകും. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഏരിയയിൽ നിന്ന് കുറച്ചധികം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ലോജിക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ കമ്മ്യൂണിസം, ഇവിടെ ക്യാപിറ്റലിസം, ദെൻ പ്രീ കോൾഡ് വാർ ഫേസ്. പ്രീ കോൾഡ് വാർ ഫേസിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്, പ്രീ കോൾഡ് വാർ ഫേസിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നതും സ്ട്രെസ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നതും ആവർത്തിച്ച് ചോദിക്കുന്നു എന്ന് പറയുന്നത് മാത്രമേ എന്താണ് നല്ലതുപോലെ നിങ്ങൾ ക്രോണോളജി പഠിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ വർഷം പഠിച്ചു വെക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ഒരു 1 ലൈനിൽ വിടാം. ബാക്കിയെല്ലാം ഇതുവരെ ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറയും ഇത് അത്ര ഇറവന്റ് അല്ല എന്ന് പറയും. ഓക്കെ, ഇത് കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ഏരിയ ആണ്. 1648 ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ. ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾ തുടങ്ങണം, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ആദ്യത്തെ ഒരു ട്രീറ്റിയാണ്. സ്റ്റേറ്റ് തുടങ്ങാൻ വേണ്ടിയുള്ള യൂറോപ്യൻസ് ഒക്കെ ഒരു 30 ഇയർ ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംബന്ധിച്ചുള്ള ഒരു 30 ഇയർ ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലണ്ടുമായി അല്ലെങ്കിൽ യൂറോപ്യൻസ് പഠിച്ചാൽ മതി. യൂറോപ്യൻസുമായിട്ട് പല രാജ്യങ്ങൾ, പല യൂറോപ്യൻസിന്റെ തന്നെ പല സ്ഥലങ്ങളും തമ്മിലുള്ള സിവിൽ വാറുകളൊക്കെ നടക്കാറുണ്ട്. അതിനുവേണ്ടി ആദ്യമായിട്ട് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാർ ആയിരുന്നു 30 ഇയർ ക്രൈസിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജോൺ ലോക്ക് എന്ന് പറയുന്ന ആൾ ഓർമ്മയുണ്ടോ? ജോൺ ലോക്ക് എന്ന് പറയുന്ന ആൾ ഓർമ്മയുണ്ടോ? ജോൺ ലോക്ക് എന്ന് പറയുന്ന ആൾ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? ജോൺ ലോക്ക്. ഈ ജോൺ ലോക്കിന്റെയും ആ സോഷ്യൽ കോൺട്രാക്ട്, ജോൺ ലോക്ക് നെഗറ്റീവ് ഫ്രീഡം, പിന്നെ ലിബറൽ ഫ്രീഡം എന്നൊക്കെ പറയാം. ഓക്കെ, ഈ ഫാദർ ഓഫ് ലിബറലിസം തന്നെ. ഓക്കെ, ആ ജോൺ ലോക്കിന്റെ ഏരിയ വരുമ്പം നിങ്ങൾ ഈ സിവിൽ വാർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സിവിൽ വാർ അങ്ങനെയൊക്കെയുള്ള 30 ഇയർ ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിൽ നടന്ന വാറാണ് ഈ ഞാനിപ്പോ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട എത്രയേ ഉള്ളൂ, ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ. ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ 1648 ആണ് ആദ്യമായിട്ടൊരു സ്റ്റേറ്റിന്റെ കൺസെപ്റ്റ് ഉള്ള ഒരു ട്രീറ്റി വരുന്നത്. സ്റ്റേറ്റ് ഉണ്ടാവണം, സോവറിറ്റി ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ള ട്രീറ്റി ഉണ്ടാവുക. കൺഫേം ഇത് 1-2 ക്വസ്റ്റ്യൻസിൽ, ലാസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നു. ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ, ദെൻ ട്രീറ്റി ഓഫ് ഉട്രിച്ച്. ഇത് സ്പാനിഷ് അവിടത്തെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത യൂറോപ്യൻസിൽ നടന്ന സ്പാനിഷ് സക്സഷൻ വാർ എന്നൊക്കെ പറയുന്ന അത് എൻഡ് ചെയ്യിച്ച വാറാണ്, ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ഉട്രിച്ച്. സോ ഇത് രണ്ടും ജസ്റ്റ് പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ ഒന്ന് എന്താണ് ഒരു ഐഡിയെങ്കിലും ഉണ്ടാവും. ഇത് ഏറ്റവും ആദ്യമാണ്, വളരെ ആദ്യം ഉണ്ടായിട്ടുള്ള 2 സാധനമാണെന്നെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. ക്രോണോളജിയോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ചോദിക്കാം. ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ, ട്രീറ്റി ഓഫ് ഉട്രിച്ച്. ഓക്കെ, ദെൻ ഇത് നിങ്ങൾക്ക് അറിയാം, പീസ് ഓഫ് പാരീസ്. യു എസ് സ്വാതന്ത്ര്യമായത്, സ്വാതന്ത്ര്യമായ വർഷം ഏതാണ്? യുഎസിന് ഇത് കിട്ടുന്ന വർഷം ഏതാണ്? US ഇൻഡിപെൻഡന്റ് ആകുന്ന വർഷം ഏതാണ്? ഇൻഡിപെൻഡന്റ് ആകുന്ന, അതായത് ആദ്യം ഇത് കിട്ടും. US 1783 എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടായ ഒരു പ്യുവർ ട്രീറ്റി പറയുന്നതാണ്. US ആദ്യമായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പ്രഖ്യാപിക്കുന്ന വർഷം ഏതാണ്? 1789 അല്ലല്ലോ. 1789 വേറൊരു ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്.
ഒരു ഇൻസിഡന്റ് ആണ്. 1789. യു എസ് എപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി എന്ന് അവർ പറഞ്ഞ 1783 ഈ ഇൻഡിപെൻഡന്റ് നേഷൻ എഴുതിയിരിക്കുന്നത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയമാണ്. ആദ്യം ഒരു റെവല്യൂഷനൊക്കെ നടക്കുന്ന, അമേരിക്കൻ റെവല്യൂഷനൊക്കെ നടക്കുന്ന 1773 റെവല്യൂഷന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് ആണ്. 1770 വേറെ ആരും പറയുന്നില്ല, ആർക്കും അറിയില്ല. മിനിമം അറിയേണ്ടതാണ്, പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് അത്യാവശ്യം അറിയേണ്ടതാണ്. കാരണം 1776 കറക്റ്റ് ആണ്, 1776 ആണ്. പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് അറിയേണ്ടതാണ്. ബിക്കോസ് ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഡിക്ലറേഷൻസിലൊക്കെയാണ് ഈ നമ്മുടെ സോവർണിറ്റി അതുപോലുള്ള കൺസെപ്റ്റുകളൊക്കെ വരുന്നത്. ഇതിന്റെയൊക്കെ തിയറിറ്റിക്കൽ പാർട്ടാണ് നമ്മൾ തോട്ടിലൊക്കെ, വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിൽ ഇംഗ്ലീഷുകാർ എഴുതിയ തോട്ടുകളൊക്കെ ആ ഒരു ബേസിലായിരിക്കും വരുന്നത്. അതൊക്കെ നിങ്ങൾ അതിന്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അതൊക്കെ. ഓക്കെ, 1776 അമേരിക്ക സ്വതന്ത്രമായി എന്നല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടുന്നത്, ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് ഒരു പ്യുവർ ഒരു ട്രീറ്റിയിൽ പ്രഖ്യാപിക്കുന്നത് പീസ് ഓഫ് പാരീസ് എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ 1850 നിങ്ങൾക്ക് അറിയായിരിക്കും, ഡിസ്ട്രസ് ഓഫ് ജനീവ. ജനീവ ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ജനീവ കോൺഗ്രസ് അല്ലെങ്കിൽ ജനീവ വിയന്ന കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന ജനീവ അല്ലെങ്കിൽ ജനീവ വിയന്ന എന്നൊക്കെ പറയുന്ന ഏരിയ ഏതൊരു ഇതാണെന്ന് അറിയാമോ? ഏതൊരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് അറിയാമോ? ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, ആദ്യത്തെ 2 മാത്രമാണ് ഇമ്പോർട്ടന്റ്. ഞാൻ ബാക്കി 2 ജസ്റ്റ് വൺ ലൈൻ വായിച്ചു പോയാൽ മതി. 1815 ജനീവ അല്ലെങ്കിൽ വിയന്ന കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, എന്താന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇതൊക്കെ ഇന്റർനാഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, ഒരു മിനിമം അറിഞ്ഞിരിക്കണം അതൊക്കെ. 1815 അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തായിരിക്കും ഒരു ഇന്റർനാഷണൽ ലെവലിൽ പ്രധാനമായിട്ടും ഉണ്ടായ ഒരു ഇത്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദിവ്യ അവിടെ 1789 എന്ന് പറയുന്ന വർഷത്തിൽ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായതിനു ശേഷം നെപ്പോളിയൻ ആണല്ലോ പിന്നെ അവിടെ ഭരിക്കുന്നത്. നെപ്പോളിയൻ വന്നതിന് ശേഷം നെപ്പോളിയനെ തോൽപ്പിക്കുന്ന ഒരു യുദ്ധം ഉണ്ടല്ലോ, വാട്ടർലൂ എന്ന് പറയുന്നത്, അത് നടന്നിട്ടുള്ള ആ ഒരു സമയമാണ് റെക്കഗ്നൈസ് യൂറോപ്പ്. അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് ജനീവ കോൺഗ്രസ് അല്ലെങ്കിൽ വിയന്ന കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന ആ ഒരു നെപ്പോളിയനെ തോൽപ്പിച്ചതിന് ശേഷം യൂറോപ്പിനെ ഒന്ന് റീഓർഗനൈസ് ചെയ്യുന്നതാണ് ഏത് ആ ഒരു ഇത്. 1815 ചരിത്രപരമായി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു ഏരിയ ആണ്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിരുന്നത് ജനീവ കൺവെൻഷൻസ് എന്ന് പറഞ്ഞിട്ട് ആ 1864 1977 ഒരുപാട് കൺവെൻഷൻസ്, അതായത് പീസ്ഫുൾ ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ കൺവെൻഷൻസ് നടക്കുന്നുണ്ട്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ദെൻ ഇവിടെ ട്രിപ്പിൾ അലയൻസ്, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് നടക്കുന്ന ട്രിപ്പിൾ അലയൻസ്, അതുപോലെ ആക്സിസ് പവർ, ആലിഡ് പവർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുണ്ട്. ഇതും നമുക്ക് ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള അറിവുകളാണ്, ജസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. 1914 ജൂലൈ ക്രൈസിസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഓസ്ട്രിയ ഹംഗറി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡ് എന്നൊക്കെ പറയുന്ന വേൾഡ് വാർ ഫസ്റ്റ് നടക്കാനുള്ള റീസൺ ഇതും ചോദിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞ ജസ്റ്റ് ഇത് ഇന്റർനാഷണൽ ഇവന്റ്സ് ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതും ഇങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. ജൂലൈ ക്രൈസിസ് എന്ന് പറയുന്നത് 1914 നിങ്ങൾക്ക് വളരെ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ പഠിക്കാവുന്ന ഏരിയ ആണ് ഈ വേൾഡ് വാർ ഫസ്റ്റുമായി ബന്ധപ്പെട്ട്. ഇനി വേൾഡ് വാർ ഫസ്റ്റിൽ തന്നെ വേറൊരു ഇതുണ്ട്, കോൺസ്റ്റാന്റിനോപ്പിൾ എഗ്രിമെന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എഗ്രിമെന്റ് 1915 വേൾഡ് വാർ ഫസ്റ്റിന്റെ ഇടയ്ക്ക് തന്നെയാണ് ഓട്ടോമൻ എംപയറിന്. എന്താ ഓട്ടോമൻ എംപയർ എന്ന് പറഞ്ഞാൽ? ഏതാണ് ഈ ഓട്ടോമൻ എംപയർ? ഓട്ടോമൻ എംപയർ എന്ന് പറഞ്ഞാൽ നിലവിലത്തെ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് ഓട്ടോമൻ എംപയർ? ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ വെസ്റ്റ് ഏഷ്യ ഒരു ഹോട്ട് ടോപ്പിക് ആണ്. വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന സ്ഥലം ഹോട്ട് ടോപ്പിക് ആണ്. പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്ന് ട്രീറ്റീസ് വരാം, പണ്ട് നടന്ന എഗ്രിമെന്റ്സ് വരാം, സിറ്റീസിന്റെ പേര് വരാം, അതല്ല വാറിന്റെ പേര് വരാം. ഹോട്ട് ടോപ്പിക് ആണ് വെസ്റ്റ് ഏഷ്യ. കണ്ടിന്യൂസ് ആയിട്ട് കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഏരിയ ഒരല്പം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ വെസ്റ്റ് ഏഷ്യ, പിന്നെ ഈ നമ്മുടെ ആഫ്രിക്കയുടെ ഈജിപ്റ്റ്, ആ ഒരു ഏരിയ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതെന്നൊക്കെ പറയുന്ന ആ ഒരു ആഫ്രിക്കയും വെസ്റ്റ് ഏഷ്യയും തമ്മിലുള്ള അവിടെ ഉള്ള സൂയസ് കനാൽ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഇന്റർനാഷണൽ മാപ്പ് ഒക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ വേൾഡ് മാപ്പ് എടുത്തിട്ട് ഇന്റർനാഷണൽ ഇവന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും. വന്നു കഴിഞ്ഞാൽ ഒരു റിസ്ക് എടുക്കേണ്ടെന്ന ഫാക്ടറിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ഏഷ്യ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് ഓക്കെ, ഓട്ടോമൻ എംപയർ കോൺസ്റ്റാന്റിനോപ്പിൾ എഗ്രിമെന്റ് വേൾഡ് വാർ ഫസ്റ്റ് പാക്കിൽ, അതായത് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും കൂടെ തീരുമാനിക്കുകയാണ് ഓട്ടോമൻ എംപയർ ഡിവൈഡ് ചെയ്യണം. ആ എഗ്രിമെന്റിന്റെ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എഗ്രിമെന്റ്. ഓക്കെ, പിന്നെ 1915
ട്രീറ്റി ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് വായിച്ചാൽ മതി. ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ. ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക, ഇറ്റലി എന്ന് പറയുന്നത് വേൾഡ് വാർ ഫസ്റ്റിൽ ആരെ കൂടെ ആയിരുന്നു? വിജയിച്ചവരുടെ കൂട്ടത്തിലായിരുന്നോ തോറ്റ ആൾക്കാരുടെ കൂട്ടത്തിലായിരുന്നോ ഇറ്റലി എന്ന് പറയുന്നത്? വേൾഡ് വാർ ഫസ്റ്റിൽ. ഇതിന്റെയൊക്കെ ചരിത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. മിനിമം ഒരു ചരിത്രം അറിഞ്ഞാൽ ഇത് പറയാൻ പറ്റും. ഇറ്റലി എന്ന് പറയുന്നത് വേൾഡ് വാർ ഫസ്റ്റിൽ വിജയിച്ചവരുടെ കൂട്ടത്തിലായിരുന്നോ തോൽവി ഉള്ളവരുടെ കൂട്ടത്തിലായിരുന്നോ? അറിയാമോ? ഓക്കെ, അത് ഞാൻ ചോദിക്കാനുള്ളൊരു കാര്യം, ഒന്ന് വോയിസ് ക്ലിയർ അല്ലേ? വോയിസ് ഓക്കെ ആണല്ലോ അല്ലേ? ഇറ്റലി എന്ന് പറയുന്നത് വിജയിച്ചവരുടെ കൂട്ടത്തിലാണ്. ഇതില് വേൾഡ് വാർ ഫസ്റ്റിൽ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ്. പക്ഷേ ഈ ഇറ്റലിയെ പിന്നെ പരിഗണിച്ചില്ല. ഈ ഫ്രാൻസ് പോലുള്ള, ബ്രിട്ടൻ പോലുള്ള, റഷ്യ പോലുള്ള ആൾക്കാർ, യു എസ് എ പോലുള്ള ആൾക്കാർ പിന്നെ പരിഗണിച്ചില്ല. അതിന്റെ ഫലമായിട്ട് ഇറ്റലി വേൾഡ് വാർ സെക്കൻഡിൽ ജർമ്മനിയോടെ ചേർന്ന് പിന്നെ വാർ നടക്കുകയാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഇന്റർനാഷണൽ ഒരു ഇവന്റ് അവയർനെസ് ആയിട്ട് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, 1916 സ്കൈസ് പിക്കോട്ട് എഗ്രിമെന്റ് ഈ ഒരു അവസ്ഥയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സ്കൈസ് പിക്കോട്ട് എഗ്രിമെന്റ് കറണ്ട് ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന ആ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, അതിനു മുമ്പ് ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ഫേമസ് എഗ്രിമെന്റ് ആണ് സ്കൈസ് പിക്കോട്ട് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സ്കൈസ് പിക്കോട്ട് എഗ്രിമെന്റ് പലസ്തീൻ ഇസ്രായേൽ ആ ഒരു ഈ അറബ് പെനിൻസുല റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെന്റ്. ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ജസ്റ്റ് 1916 അറബ് പെനിൻസുലയുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് സ്കൈസ് പിക്കോട്ട് എഗ്രിമെന്റ്. ഓക്കെ, 1970 റഷ്യൻ റെവല്യൂഷൻ, 1919 പാരീസ് പീസ് കോൺഫറൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പാരീസ് പീസ് കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് കിട്ടിയതിനു ശേഷം, ഈ വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സമയം. ബിഗ് ഫോർ, ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം എന്നൊക്കെ പറയുന്ന, ഇറ്റലി എല്ലാം കൂടെ ചേർത്തിട്ടാണ് ബിഗ് ഫോർ എന്ന് പറയുന്നത്. 1990. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ പറയാം. ഒന്ന് 1648 ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ വളരെ ഇമ്പോർട്ടന്റ്, ട്രീറ്റി ഓഫ് ഉട്രിച്ച് വളരെ ഇമ്പോർട്ടന്റ്. ഇത് രണ്ട് മാത്രമാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് ബാക്കിയെല്ലാം ജസ്റ്റ് വായിക്കുക മാത്രം ചെയ്താൽ മതി. ദെൻ 1915 കോൺസ്റ്റാന്റിനോപ്പിൾ അഗ്രിമെന്റ് ഇമ്പോർട്ടന്റ്. ദെൻ സ്കൈസ് പിക്കോട്ട് അഗ്രിമെന്റ് ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ റഷ്യൻ റവല്യൂഷൻ ഒക്കെ വർഷങ്ങൾ അറിഞ്ഞിരിക്കണം, ജസ്റ്റ് ഏത് സമയത്താണെന്നുള്ളത്. റഷ്യൻ റവല്യൂഷൻ അറിഞ്ഞിരിക്കാൻ പറഞ്ഞ് പണ്ടൊരു സ്റ്റാലിൻ ചോദിച്ചു, ലെനിൻ ചോദിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ദെൻ 1919 എല്ലാവർക്കും അറിയാവുന്ന ഏരിയ ട്രീറ്റി ഓഫ് വേഴ്സാലീസ്. ട്രീറ്റി ഓഫ് വേഴ്സാലീസ് അറിയാം. വേൾഡ് വാറിന് ശേഷം, വേൾഡ് വാർ ഫസ്റ്റ് ശേഷം എൻഡ് ചെയ്ത ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് വേഴ്സാലീസ്. ഓക്കെ, ദെൻ 1920 ട്രീറ്റി ഓഫ് സിവിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടർക്കിയും ഇത് ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതിനകത്ത് പല കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ജസ്റ്റ് വായിക്കുക. ട്രീറ്റി ഓഫ് സിവിയർ 1920, ബിഗിനിങ് ഓഫ് അറബ് ഇസ്രായേലി കോൺഫ്ലിക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സാധനം നോക്കി വെച്ചിരിക്കുക, സ്കൈസ് പിക്കോട്ട് എഗ്രിമെന്റും ട്രീറ്റി ഓഫ് സിവിയേഴ്സ് എന്ന് പറയുന്നത് ആലീസ് ആൻഡ് ടർക്കി അറ്റ് എൻഡ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റിൽ ഉണ്ടാക്കിയ ഒരു ട്രീറ്റിയാണ്. അത് റീപ്ലേസ് ചെയ്തത് ട്രീറ്റി ഓഫ് ലിസന്ന എന്ന് പറയുന്ന, പിന്നെ ഒരു റീപ്ലേസ് ചെയ്തത് 1923. അതായത് അറബ് പെനിൻസുല, ടർക്കി എന്നൊക്കെ പറയുന്ന ഏരിയാസ് ഒക്കെ, അല്ല അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ഇസ്രായേലിനും കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടെ ആക്സസ് കൊടുക്കാനുള്ള ഒരു ഇതിലാണ്. കുറച്ചും കൂടെ അവരൊരു എന്താണ് ഒരു ഡൈനാസ്റ്റി ബേസ് നിന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലങ്ങളെ കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് ആയിട്ട് മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ ചെയ്തത്. അപ്പം മനസ്സിലാക്കേണ്ടത് ആ എഗ്രിമെന്റ് പേര് നെയിംസ് മാത്രമാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ബാക്കി ഇതെല്ലാം ജസ്റ്റ് വായിച്ചാൽ മതി. വാഷിംഗ്ടൺ കോൺഫറൻസ്, റെഡ് സ്കെയർ, 5 പവർ നേവൽ ലിമിറ്റേഷൻ ട്രീറ്റി എന്നൊക്കെ പറയാൻ ജസ്റ്റ് വായിച്ചാൽ മതി. ജനീവ പ്രോട്ടോകോൾ 1924-25 ജസ്റ്റ് വായിച്ചാൽ മതി. ഇതൊന്നും ചോദിക്കാറില്ല, ഇതൊന്നും ഈ ഏരിയയിൽ ടച്ച് ചെയ്യാറില്ല. ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിലൊന്നും ടച്ച് ചെയ്യാറില്ല. ഓക്കെ, വേണമെങ്കിൽ വാഷിംഗ്ടൺ കോൺഫറൻസ് ബൈ യൂസ് ടു ലിമിറ്റ് നേവൽ ആം റൈസ്. അതിനുശേഷം 1921-22 കാലഘട്ടങ്ങളിൽ യുഎസ് നേവൽ ആംസിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആണ് വാഷിംഗ്ടൺ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രം ജസ്റ്റ് നോക്കിയിരിക്കുക. ബാക്കി ഇതൊന്നും ഈ ഏരിയ ചോദിക്കാറില്ല. ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു അടയാളപ്പെടുത്തിയ ഏരിയ ചോദിക്കാറില്ല. ഇനി ചോദിക്കുന്ന ഒരു ഏരിയ ഇതാണ്, മ്യൂണിച്ച് എഗ്രിമെന്റ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് മ്യൂണിച്ച് എഗ്രിമെന്റ്. ഓക്കെ, അതായത് സെപ്റ്റംബർ 1938 ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇറ്റലി വേൾഡ് വാർ സെക്കൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികൾ ആരായിരുന്നു? ബ്രിട്ടനും യു എസ് എക്ക് എതിരായിട്ട് നിന്നത്, ഏറ്റവും നെഗറ്റീവ് സൈഡ് നിന്ന എതിരാളികൾ ആരായിരുന്നു? ഏറ്റവും മേജർ പവേഴ്സിന്റെ എതിരാളികൾ ആരായിരുന്നു? ആക്സിസ് ആരാണ്? ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു എന്നുള്ളത്?
ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഓക്കെ, അത് തന്നെയാണ് മേജർ. ഓക്കെ, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഓക്കെ, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ പോലുള്ള. അപ്പൊ മിനിമം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, അതിനെപ്പറ്റി മിനിമം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. വേൾഡ് വാർ ഒക്കെ ഞാൻ പഠിപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേൾഡ് വാർ ഒക്കെ നിങ്ങൾക്ക് അറിയേണ്ട ഏരിയാസ് ആണ്. അതൊന്നും അങ്ങനെ നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. എന്നാൽ പോലും നിങ്ങൾ ആക്സിസ് പവർ ഏത്, ആലിഡ് പവർ ഏതെന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് മാറിപ്പോകരുത്. ഓക്കെ, നാസി ജർമ്മനി. ഓക്കെ, നാസിസം, ഫാസിസം, അങ്ങനെ കുറെ കൺസെപ്റ്റുകളും ഓടിയ ഒരു സമയമാണത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് ആണ് മ്യൂണിച്ച് എഗ്രിമെന്റ്. മ്യൂണിച്ച് എഗ്രിമെന്റ് പ്രകാരം ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇറ്റലി ഇവർ 1938 ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്നു. നമ്മൾ പീസ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്ന എഗ്രിമെന്റ് ഒപ്പിടുന്നു. അതാണ് മ്യൂണിച്ച് എഗ്രിമെന്റ്. ഓക്കെ, അതാണ് മ്യൂണിച്ച് എഗ്രിമെന്റ്. ദെൻ 1939, ശ്രദ്ധിച്ചു കേൾക്കണം, ഇത് രണ്ടും തെറ്റിപ്പോകരുത്. രണ്ടും എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോൾട്ടോവ് റിബൻട്രോപ്പ് പാക്ട് എന്ന് പറഞ്ഞിട്ട്. മോൾട്ടോവ് റിബൻട്രോപ്പ് പാക്ട്. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ജർമ്മനി USSRന്റെ അടുത്ത് ഡയറക്റ്റ് എഗ്രി ചെയ്യുകയാണ്. ജർമ്മനി USSRന്റെ അടുത്ത് ഡയറക്റ്റ് എഗ്രി ചെയ്യുകയാണ് നോൺ അഗ്രഷൻ പാക്ട്. ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല എന്ന്, ഞങ്ങൾ നിങ്ങളെ അകാരണമായി ആക്രമിക്കില്ല എന്ന് എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്, എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. മോൾട്ടോവ് റിബൻട്രോപ്പ് പാക്ട്. മോൾട്ടോവ് റിബൻട്രോപ്പ് പാക്ട് ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട് എന്ന് അറിയപ്പെടും. ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട് എന്ന് അറിയപ്പെടും. ഇതിന്റെയൊക്കെ വർഷങ്ങൾ നോക്കി വെച്ചിരിക്കുക. വളരെ അടുത്തടുത്ത വർഷങ്ങളാണ്. 1938, 39. ഇനി തൊട്ടുള്ളത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓൺലൈൻ വായിക്കും. പക്ഷെ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക, വർഷങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, 1939 ഇതേ ആൾക്കാർ പോയി ഈ ജർമ്മനി അറ്റാക്ക്, നോൺ അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പോളണ്ടിനെ അറ്റാക്ക് ചെയ്തു. ബിഗിനിങ് ഓഫ് വേൾഡ് വാർ ടു. പോളണ്ടിനെ അറ്റാക്ക് ചെയ്തതോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ബിഗിനിങ് ഓഫ് വേൾഡ് വാർ ടു ഇതാകുന്നത്. ഓക്കെ, 1939 പാക്ട് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഉണ്ടായിരുന്നു. അലയൻസ് ബിറ്റ്വീൻ ജർമ്മനി, ഇറ്റലി. അവർ ആക്സിസ് പവേഴ്സ് ചേർന്നിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അലയൻസ് ഉണ്ടായിരുന്നു, പാക്ട് ഓഫ് സ്റ്റീൽ. ദെൻ ബെർലിൻ പാക്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ട്രൈപാർട്ടൈറ്റ് പാക്ട് എന്ന് പറയുന്ന അവർ തന്നെ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അത് 1914. ദെൻ ഓപ്പറേഷൻ ബാർബറോസ. ജർമ്മനി ഇൻവേഡഡ് സോവിയറ്റ് ടെറിട്ടറി. ഇതിന്റെ വയലേഷൻ. മോൾട്ടോവ് റിബൻട്രോപ്പ് പാക്ട് ഡയറക്റ്റ് ആയിട്ട് വയലേഷൻ ചെയ്തു. ഓപ്പറേഷൻ ബാർബറോസയിൽ ജർമ്മനി ഇൻവേഡഡ് സോവിയറ്റ് ടെറിട്ടറി. സോവിയറ്റിന്റെ കൈവശം ഉണ്ടായിരുന്ന ഇത് ഇൻവേഡ് ചെയ്തു. ഓപ്പറേഷൻ ബാർബറോസയിൽ. ഓക്കെ, ഓപ്പറേഷൻ ബാർബറോസ. ഒരു പ്രധാനപ്പെട്ട ഇവന്റും കൂടെ ഉണ്ടല്ലോ. USA വേൾഡ് വാർ സെക്കൻഡിലേക്ക് വരാൻ കാരണമായ ഇൻസിഡന്റ് ആർക്കെങ്കിലും പറയാമോ? USA വേൾഡ് വാർ. ഇപ്പൊ ഇവിടെയൊന്നും USAയുടെ പേര് അല്ലെങ്കിൽ അങ്ങനെ അധികം ഇത് കേൾക്കുന്നില്ല. ഉണ്ടോ? പറഞ്ഞോ ആരെങ്കിലും. യെസ്, പേൾ ഹാർബർ. 1941 1941 അതും ആലോചിച്ചോളൂ. 1941 ആലോചിച്ചോളൂ. പേൾ ഹാർബർ ഇഷ്യൂ എന്ന് പറയുന്നത് 1941 വെറുതെ പേൾ ഹാർബർ അറ്റാക്ക്. ശരിയാണ്. ഓക്കെ, അത് ആരാണ് അറ്റാക്ക് ചെയ്തത്? അറ്റാക്ക് ചെയ്ത യുഎസിന്റെ നേവൽ. മിനിമം ഇതില് മെജോറിറ്റി ആൾക്കാരും ആൻസർ പറയുന്നില്ല എന്നറിയാം. അതിന് നിങ്ങൾ വറിയാകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആൻസർ പറയുന്ന ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾ വറിയാകേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇതൊരു ഇന്റർനാഷണൽ അവയർനെസ് മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ജപ്പാനാണ്. ഓക്കെ, ഫൈൻ, ജപ്പാൻ. ഓക്കെ, സോ ഇതുവരെ ഉള്ളതിൽ ഇനി മ്യൂണിച്ച് അഗ്രിമെന്റ് ഇമ്പോർട്ടന്റ്, മോൾട്ടോവ് ഇമ്പോർട്ടന്റ്, ഓപ്പറേഷൻ ബാർബറോസ 1941 ഇമ്പോർട്ടന്റ്. ദെൻ അറ്റ്ലാന്റിക് ചാർട്ടർ, US ആൻഡ് UK വിഷൻ ഫോർ പോസ്റ്റ് വാർ ഡെമോക്രസി. പോസ്റ്റ് വാറിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് USAയും UK തമ്മിലുള്ള ചാർട്ടറാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. പിന്നെ ഇവിടെ ഒരു ടെഹ്റാൻ കോൺഫറൻസ് ഉണ്ട്. ടെഹ്റാൻ കോൺഫറൻസ് 1943 ടെഹ്റാൻ കോൺഫറൻസ് ഉണ്ട്. യാൾട്ടൈം പോസ്റ്റ് ഡാം വരുന്നതിന് മുമ്പ് ടെഹ്റാൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ടെഹ്റാൻ കോൺഫറൻസ്. ഓക്കെ, ടെഹ്റാൻ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ 1943 ടെഹ്റാൻ കോൺഫറൻസ് നടക്കുന്നത്. 1943 അതായത്
നാസി ഒക്കുപ്പൈഡ് ഫ്രാൻസിന്റെ കുറെ ഏരിയകൾ ജർമ്മനി കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ ഒരു ആക്സിസ് പവർ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട്, എന്താണ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം? തിരിച്ച് റീഒക്കുപ്പൈ ചെയ്യണം. റീഒക്കുപ്പൈ ചെയ്യുന്നതിനുള്ള കോൺഫറൻസ് ആണ് ടെഹ്റാൻ കോൺഫറൻസ്. ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. വിൻസ്റ്റൺ ചർച്ചിൽ, റൂസ്വെൽറ്റ്, സ്റ്റാലിൻ. ബ്രിട്ടൻ, USA, USSR. ബ്രിട്ടൻ, USA, USSR. ആദ്യം നടന്നത് ടെഹ്റാൻ കോൺഫറൻസ് ആണ്. ഇനി രണ്ട് കോൺഫറൻസിന്റെ പേരൂടെ പറയും. ആദ്യം നടന്നത് ടെഹ്റാൻ കോൺഫറൻസ് ആണ് 1943. ടെഹ്റാൻ കോൺഫറൻസ് 1943. ടെഹ്റാൻ കോൺഫറൻസ് 1943. ഓക്കെ, 1943. ദെൻ അത് കഴിഞ്ഞ് 1945 യാൾട്ട കോൺഫറൻസ്. TYP എന്ന് പഠിക്കുക. ജസ്റ്റ് ഇൻ കേസ് അത് ക്രോണോളജിയിൽ വന്നാൽ TYP എന്ന് പഠിക്കുക. TYP. ആദ്യം ടെഹ്റാൻ കോൺഫറൻസ് 1943, പിന്നെ 1945 യാൾട്ട കോൺഫറൻസ്. യാൾട്ട കോൺഫറൻസ് എന്ന് പറഞ്ഞാലും അതേ ആൾക്കാർ തന്നെ, ഞാൻ നേരത്തെ പിക്ചറിൽ കാണിച്ച റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ, അതേ ആൾക്കാർ തന്നെ പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്ത് ചെയ്യണം, പോസ്റ്റ് 1945 വാറിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദെൻ 1945 പോസ്റ്റ് ഡാം കോൺഫറൻസ്. US-ഉം USSR-ഉം തമ്മിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ച് കോൺഫ്ലിക്റ്റുകൾ ചെറുതായിട്ട് ഒപ്പീനിയൻ ബേസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത ഒരു കോൺഫറൻസ് ആണ് പോസ്റ്റ് ഡാം കോൺഫറൻസ്. US-USSR മിസ്ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു, അല്ലെങ്കിൽ കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു കോൺഫറൻസ് ആണ് പോസ്റ്റ് ഡാം കോൺഫറൻസ്. ഇതിൽ ഒരു കോൺഫറൻസ് എങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഇത് മൂന്നും ക്രോണോളജിക്കലി വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, TYP എന്ന് പഠിക്കുക. TYP, ടെഹ്റാൻ കോൺഫറൻസ്, യാൾട്ട കോൺഫറൻസ്, പോസ്റ്റ് ഡാം കോൺഫറൻസ്. ഇതുവരെയാണ് കോൾഡ് വാർ വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ആ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ 1648 ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ, 1713 ഉട്രിച്ച്, ദെൻ ഇങ്ങ് വരുമ്പോൾ വേഴ്സാലീസ് 1990. ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പക്ഷെ ഒരു പ്രാവശ്യം ഇതിനിടയിൽ നടന്ന പല കാര്യങ്ങളും ചോദിച്ചു. ഇതിനിടയിൽ നടന്ന ഒരു പ്രാവശ്യം മഞ്ചൂരിയൻ റെവല്യൂഷൻ കേട്ടിട്ടുണ്ടോ? മഞ്ചൂരിയൻ റെവല്യൂഷൻ ആക്ടിവിറ്റിയിൽ എഴുതിക്കൊണ്ട് വരണം. ഇത് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റനാണ്. ഈ കോൾഡ് വാറിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ് മഞ്ചൂരിയൻ റെവല്യൂഷൻ. ആർക്കെങ്കിലും അറിയാമോ? 2 പ്രാവശ്യമെങ്കിലും എഴുതിയ ആൾക്കാർ ചിലപ്പോൾ മേ ബി മഞ്ചൂരിയൻ റെവല്യൂഷന്റെ ഇയറെങ്കിലും ഓർമ്മ കാണും. 2 പ്രാവശ്യം എഴുതിയ ആൾക്കാർക്ക് ഓർമ്മ കാണും ഇയറെങ്കിലും. അതല്ല, മഞ്ചൂരിയൻ റെവല്യൂഷൻ കേട്ടിട്ടുണ്ടോ? മഞ്ചൂരിയൻ റെവല്യൂഷൻ. ഇങ്ങനെയൊക്കെയുള്ള ടഫ് ഏരിയ വരും. എത്ര പഠിപ്പിച്ചാലും എത്ര കാര്യങ്ങൾ പറഞ്ഞാലും വേണമെങ്കിൽ പുറത്തുനിന്നൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുന്ന കുറെ ഏരിയാസ് ഇതിനകത്തുണ്ട്. ഹിറ്റ്ലറിന്റെ സമയത്ത് നടന്ന കുറെ കാര്യങ്ങൾ, മേ ബി ആ സമയത്തുള്ള പാർട്ടീസിന്റെ പേരൊക്കെ ചോദിച്ചാൽ, ഹിറ്റ്ലറൊക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന പാർട്ടീസിന്റെ പേരൊക്കെ ചോദിച്ചാൽ. മഞ്ചൂരിയൻ ഇൻവേഷൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തോ? ആക്ടിവിറ്റി ചെയ്തപ്പോൾ നിങ്ങൾക്ക് പഠിക്കാമല്ലോ. മഞ്ചൂരിയൻ ഇൻവേഷൻ നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്തോ. ഇത് അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, കോൾഡ് വാറിന് പ്രീ കോൾഡ് വാർ, യെസ്, അനിത ഐസക് പറഞ്ഞ കറക്റ്റാണ്. 1931 ആണ്. ഇത് കറക്റ്റ് വർഷം ഒരു പ്രാവശ്യമല്ല ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്നാ ഇപ്പം അടുത്താണെന്ന് എക്സാമിന് കണ്ടുമില്ല. അപ്പം റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില പ്രാവശ്യങ്ങൾ ഇങ്ങനെ ഒട്ടും റെലവൻസ് ഇല്ലാത്ത കുറെ വാറിന്റെ പേരൊക്കെ ഇപ്പൊ ചോദിച്ചു തുടങ്ങി. അങ്ങനെയുള്ള ഏരിയ ഒക്കെ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഞാൻ വേറൊരു ഈ PYQസിൽ ആവർത്തിച്ച് ചോദിച്ചതൊക്കെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യും, അല്ലെങ്കിൽ വേറെ മെറ്റീരിയൽ തരും. എന്നാലും നിങ്ങൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റി പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. ഒരു വായന ആയിരിക്കും ചിലപ്പോൾ 1 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, 1931 മഞ്ചൂരിയൻ റെവല്യൂഷൻ, ജാപ്പനീസ് ഇൻവേഷൻ, നിങ്ങൾ പഠിച്ചാൽ അത് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചതാണ്. നിങ്ങൾ പഠിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ടാൽ. ഓക്കെ, ആക്ടിവിറ്റിയിൽ. സോ കോൾഡ് വാർ ഫേസിൽ എന്തൊക്കെ സംഭവിച്ചു? ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ പ്രീ കോൾഡ് വാർ എന്ന് പറയുന്ന ഏരിയാസിൽ നിന്ന് ഏറ്റവും പ്രധാന ഓൾമോസ്റ്റ് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ഇതിന്റെ ഏത് മെറ്റീരിയൽ എടുത്ത് നോക്കിയാലും, കോൾഡ് വാർ റിലേറ്റഡ് ഏത് മെറ്റീരിയൽ എടുത്ത് നോക്കിയാലും കിട്ടും. വളരെ വാസ്റ്റ് ആയിട്ടൊരു മെറ്റീരിയലേ കിട്ടും. അതിൽ എന്നാ പ്രീ കോൾഡ് വാർ എറയൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ ഡൗട്ടുമാണ്. പ്രീ കോൾഡ് വാർ എറയിലായാലും എങ്ങനെയായാലും ഒരുപാട് ട്രീറ്റീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. ഇതല്ലാതെ ഒരു ഏരിയ ഉണ്ട്. ഇതല്ലാതെ ഞാൻ കോൾഡ് വാറിന്റെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ട്രീറ്റീസ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അത് നിങ്ങൾക്ക് റെക്കോർഡ് അവൈലബിൾ ആക്കും. അതിന്റെ 2 ഇതും കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഫേസ് എനിക്ക് ലൈവ് എടുക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന ഏരിയാസ് തന്നെയാണ്. ഇതും വായിച്ചാലൊക്കെ മനസ്സിലാവും, പക്ഷെ ഒരു ഇതുണ്ടാവും എന്നുള്ളതാണ്. കുറച്ചും കൂടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. കോൾഡ് വാർ ഫേസ് സ്റ്റാർട്ട് ചെയ്യാം. 1945 UNO ഫോർമേഷൻ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഫോർമേഷൻ 1945. 46 അയൺ കർട്ടൻ, സിനോ സ്പീച്ച്, ഫുൾട്ടൺ സ്പീച്ച് എന്ന് പറയുന്ന
പ്രധാനപ്പെട്ട ഇതിന് ഒരു സ്പീച്ച് തന്നെ ഇതിനെ ഇങ്ങനെ പല രീതിയിൽ അറിയപ്പെടും. അയൺ കർട്ടൻ എന്നോ സ്നൂസ് ഓഫ് പീസ് എന്നോ ഫുൾട്ടൺ സ്പീച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു പ്രധാനപ്പെട്ട സ്പീച്ച് ഉണ്ട് 1941 എമർജിങ് കോൾഡ് വാർ. ആ ഒരു സമയത്ത് 1941 കോൾഡ് വാർ ചർച്ചിലിന്റെ എന്തുണ്ട് വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജസ്റ്റ് അയൺ കർട്ടൻ സ്പീച്ച് 1940 എമർജിങ് കോൾഡ് വാർ പീരീഡിൽ സമയത്ത് നടന്നു. ഓക്കെ, വിൻസ്റ്റൺ ചർച്ചിലിന്റെ. അങ്ങനെയാണെങ്കിൽ വേറൊരാളുണ്ട് വേൾഡ് വാർ ഫസ്റ്റ് ഇതേപോലെ ഒരു 14 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ലേ, കേട്ടിട്ടുണ്ടോ? വേൾഡ് വാർ ഫസ്റ്റില് യെസ്, അടുത്ത ആക്ടിവിറ്റി ആയിട്ട് ചെയ്തോ. ഇതൊരു ഇൻഡ്യൂഷൻ ആണ്. ഇൻ കേസ് ഇവര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈല് വെച്ചിട്ട് ഇൻ കേസ് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 14 പോയിന്റ്സ് എന്ന് പറയുന്ന വുഡ്രോ വിൽസന്റെ ഒരു ഏരിയ ഉണ്ട്. ഈ വേൾഡ് വാറിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു സ്പീച്ച് പോലുള്ള ഒരു പരിപാടി. അതിൽ ഈ 14 പോയിന്റ്സ് പറയുന്നുണ്ട്. ഈ 14 പോയിന്റ്സ് എന്താണെന്ന് കാണാതെ ജസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചു വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ആ 14 ഇല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൽ പറയുന്ന ഫ്രീഡത്തിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 14 പോയിന്റ്സ് ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം വായിക്കുക. അതെല്ലാം ഒരേപോലെയാണ്, ഡിപ്ലോമസി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ വേറൊരു സ്പീച്ച് ഉണ്ട്, ഓർമ്മയുണ്ടോ? ഇനി വേറെ ഏതെങ്കിലും ഫേമസ് സ്പീച്ച് ഉണ്ടോ? 14 പോയിന്റ്സ് ആക്ടിവിറ്റി ചെയ്യണം. വേറെ ഏതെങ്കിലും ഫേമസ് സ്പീച്ച് ഉണ്ടോ? എനിക്ക് ആ പേര് കിട്ടുന്നില്ല. അതാണ് ഒരു സ്പീച്ചും കൂടെ 1940 സമയങ്ങളിൽ ഒരു സ്പീച്ചും കൂടെ ഇല്ലേ? അയൺ കർട്ടൻ സ്പീച്ച് അല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഒരു സ്പീച്ച് ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് പേരിടും. ചർച്ചിൽ തന്നെ എന്തോ ഒരു അങ്ങനെ ഒരു പേര് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും? ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്ക് ഒരു ഇതുണ്ട്, അങ്ങനെ ഏതോ ഒരു ഫേമസ് സാധനം കൂടെ ഉണ്ട്. ഞാനത് നോക്കിയിട്ട് ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ പറയാം. ഒരു സ്പീച്ചും കൂടെ ഉണ്ട്, ഇങ്ങനെ അയൺ കർട്ടൻ സ്പീച്ച് പോലെ വേറൊരു സ്പീച്ചും കൂടെ ഉണ്ട്. ഇതൊന്നും നമ്മൾ സിലബസ് പറയുന്നേ ഇല്ല. പക്ഷെ ഇൻ കേസ് ഇതൊക്കെ മേ ബി വേണമെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഇവന്റ് ഒക്കെ അല്ലേ, പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒക്കെ അല്ലേ, ജസ്റ്റ് ആ വർഷമെങ്കിലും അറിഞ്ഞിരിക്കാം എന്നുള്ള ലോജിക്കാണ്. ഓക്കെ, 14 പോയിന്റ്സ് ആക്ടിവിറ്റി ചെയ്യും. സോ ഇനി ട്രൂമാൻ ഡോക്ട്രിൻ എന്താണ്, മാർഷൽ പ്ലാൻ എന്താണ് എന്നുള്ളതാണ്. ട്രൂമാൻ ഡോക്ട്രിൻ എന്താണ്, മാർഷൽ പ്ലാൻ എന്താണ് എന്നുള്ളത്. ഓക്കെ, ട്രൂമാൻ ഡോക്ട്രിൻ. ട്രൂമാൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ, USA പ്രസിഡന്റ് ഹാരി ട്രൂമാൻ പൊളിറ്റിക്കലി, മിലിറ്ററി, പിന്നെ എക്കണോമിക് അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് എല്ലാ ഡെമോക്രാറ്റിക് കൺട്രീസിനും. അതായത് ഈ ഞാൻ നേരത്തെ ഒരു പിക്ചർ കാണിച്ച ഓർമ്മ ഉണ്ടല്ലോ, ഈസ്റ്റ് വെസ്റ്റ് എന്ന് കാണിച്ച ഓർമ്മ ഉണ്ടല്ലോ. ഈ ഈസ്റ്റ് വെസ്റ്റില് എടുത്ത് കാണിക്കാം. ഈസ്റ്റ് വെസ്റ്റില് ഇവിടെ USA എന്തായിരിക്കും ശ്രമിക്കുക? USA എന്ന് പറയുന്നത് USA ഫുൾ രാജ്യങ്ങളും ക്യാപിറ്റലിസത്തിലേക്ക് വരിക, കമ്മ്യൂണിസത്തിൽ നിന്ന് പിന്മാറി നിൽക്കുക എന്നായിരിക്കുമല്ലോ USA ആഗ്രഹിക്കുക. അതോടൊപ്പം USA ആഗ്രഹിക്കുന്ന എന്തായിരിക്കും? യൂറോപ്പിന്റെ, അതായത് റഷ്യയുടെ അല്ലെങ്കിൽ USSRന്റെ വെസ്റ്റ് യൂറോപ്പ് കൺട്രീസ് എന്ന് പറയുന്ന സാധനം, വെസ്റ്റ് യൂറോപ്പ് കൺട്രീസ് അല്ലെ, ഇത് ആഫ്രിക്കയാണ്, ഞാൻ ഇപ്പൊ വരച്ച ആഫ്രിക്ക. ഈ വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസ്. ഇവിടെയൊക്കെ കുറെ ഇങ്ങനത്തെ ഉള്ള ഇതുണ്ട്. അപ്പൊ ഈ വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസിനെ USA കീഴിൽ നിർത്തുക എന്നുള്ളത് USA ഒരു അജണ്ടയായിരുന്നു. അതുകൊണ്ട് USA എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി USA എല്ലാ ഡെമോക്രാറ്റിക് നേഷൻസിലേക്കും ഫണ്ട് കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ വളരെയധികം ആക്റ്റീവായിട്ട് ഫണ്ട് കൊടുക്കാൻ തുടങ്ങി. അതിന് ഒരു ഡോക്ടറിനായിട്ട് ആദ്യമായിട്ട് അവതരിപ്പിച്ച ആളാണ് 1947 ട്രൂമാൻ ഡോക്ടർ. ഓക്കെ ആണല്ലോ? ഇനി ഈ പിക്ചർ മനസ്സിൽ വെച്ചിരിക്കണം. അടുത്ത ഒരെണ്ണം പറയണം. ഇത് ഓക്കെ അല്ലേ? ട്രൂമാൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് നേഷൻസ്, വേൾഡിൽ ഏതൊക്കെ ഡെമോക്രാറ്റിക് നേഷൻസ് ഉണ്ടോ ആ ഡെമോക്രാറ്റിക് നേഷൻസിലെല്ലാം പൊളിറ്റിക്കലി, മിലിറ്ററിലി, എക്കണോമിക്കലി എന്ത് ചെയ്യുന്നു? അസിസ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? കമ്മ്യൂണിസം തടയാൻ വേണ്ടി. കമ്മ്യൂണിസം എവിടെ ഉണ്ട്? USSRൽ കമ്മ്യൂണിസം ഉണ്ട്. അതാണ് ചുവപ്പിൽ കൊടുത്തിരിക്കുന്നത്.
കമ്മ്യൂണിസം ഉണ്ട്. ആ കമ്മ്യൂണിസം ലോകത്ത് സ്പ്രെഡ് ആകരുത് എന്നുള്ളതാണ് USA ആഗ്രഹം. ഓക്കെ ആണല്ലോ. അതിനുവേണ്ടി കൊണ്ടുവന്ന ഡോക്ട്രിൻ ആണ് ട്രൂമാൻ ഡോക്ട്രിൻ. ഓക്കെ, ട്രൂമാൻ ഡോക്ട്രിൻ 1947. ക്രോണോളജി വളരെ ഇമ്പോർട്ടന്റ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 1947. ദെൻ അതേപോലെ തന്നെ മാർഷൽ പ്ലാൻ എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട്, എക്കണോമിക് വെപ്പൺ അഗെയിൻസ്റ്റ് കമ്മ്യൂണിസം, ഏകദേശം $13.3 ബില്യൺ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് യൂറോപ്പ്, ഞാനിപ്പോ കാണിച്ച സ്ഥലമില്ലേ, വെസ്റ്റ് യൂറോപ്പ്, ആ ഒരു മാപ്പ് ഓർമ്മ ഉണ്ടല്ലോ, വെസ്റ്റ് യൂറോപ്പ് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, വെസ്റ്റ് യൂറോപ്പ് സ്ഥലങ്ങളിൽ ഫണ്ട് കൊടുക്കുന്നതിനെയാണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. ട്രൂമാൻ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഡെമോക്രാറ്റിക് നേഷൻസിലേക്കും ഫണ്ടും മിലിറ്ററിയും പൊളിറ്റിക്കലും എല്ലാം കൊടുക്കുന്നതാണ് ട്രൂമാൻ ഡോക്ട്രിൻ. ഇത് രണ്ടും ഏകദേശം ഒരേ പർപ്പസ് ആണ്. മാർഷൽ പ്ലാൻ, ഇത് രണ്ടും ക്ലിയർ ആയോ? മാർഷൽ പ്ലാനും ട്രൂമാൻ ഡോക്ട്രിനും ക്ലിയർ ആയോ? അതിനാണ് ആ പിക്ചർ ഞാൻ ഉപയോഗിച്ചത്. പിക്ചർ വെച്ച് പഠിച്ചാൽ കുറച്ചും കൂടെ അവയർനെസ് ഉണ്ടാവും എന്നുള്ളതാണ്. ട്രൂമാൻ ഡോക്ട്രിനും മാർഷൽ പ്ലാൻ, സിംപിളി ഇത്രയേ ഉള്ളൂ. കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യുന്നത് USA അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അതാണ് സംഭവം. ഓക്കെ ആണല്ലോ, രണ്ടുപേരെ ഓക്കെ എന്ന് പറഞ്ഞോളൂ. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണേ. ഈ ഏരിയാസ് ഒക്കെ പിന്നെ നിങ്ങൾ മറന്നു പോകും. പഠിക്കാനൊക്കെ ഇപ്പൊ വർഷമൊക്കെ പഠിച്ചൊക്കെ എളുപ്പമാണ്, എന്താണെന്നുള്ളത് മറന്നു. ഓക്കെ ആണ്, ആർക്കും സംശയമില്ല. ഫൈൻ. സോ ഇത് രണ്ടുമാണ് ഇതിനകത്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ട്രൂമാൻ ഡോക്ട്രിൻ, മാർഷൽ പ്ലാൻ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദെൻ ബ്രസൽ ട്രീറ്റി 1948. ബ്രസൽ ട്രീറ്റി എന്ന് പറഞ്ഞിട്ട് UK ഒരു കളക്റ്റീവ് ഡിഫൻസ്, ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി, ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും ജസ്റ്റ് പഠിച്ചു. UK, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, ലക്സംബർഗ് ഒക്കെ ചേർന്ന് ആ യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഒരു കൊളാബറേഷൻ ചെയ്ത് കളക്റ്റീവ് സെൽഫ് ഡിഫൻസിന് വേണ്ടി ഉണ്ടായതാണ് ഏത്, ബ്രസൽ ട്രീറ്റി. അത് പിന്നെ പേരൊക്കെ മാറുന്നുണ്ട്, അത് വെസ്റ്റേൺ യൂണിയനായി മാറുന്നുണ്ട്, പിന്നെ അത് മോഡിഫൈഡ് ബ്രസൽ ട്രീറ്റി ആയി മാറുന്നുണ്ട്, വെസ്റ്റേൺ യൂറോപ്യൻ യൂണിയനായും മാറുന്നുണ്ട്. സോ ഇത് 2010 വരെ ഉണ്ടായിരുന്നു. ഇത് അധികം കണ്ടിട്ടില്ലാത്ത ഒരു ഏരിയ ആണ്, അതുകൊണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് അതിനിടയിൽ ഒരു ഓർഗനൈസേഷന്റെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. 1948 ബ്രസൽ ട്രീറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഉണ്ട്. കളക്റ്റീവ് സെൽഫ് ഡിഫൻസ് ആണ് ഉദ്ദേശം. ആ ഒരു സമയത്ത് കളക്റ്റീവ് സെൽഫ് ഡിഫൻസ് ഉണ്ടാകും. ആരൊക്കെ ഉണ്ടായിരുന്നു? യൂറോപ്യൻ കൺട്രീസ്, UK, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, ലക്സംബർഗ്, ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതിനെ ആദ്യം വിളിച്ചിരുന്ന പേര് വെസ്റ്റേൺ യൂണിയൻ. പിന്നെ ആ ട്രീറ്റിയെ കുറച്ചും കൂടെ 1954 ആയപ്പോൾ മോഡിഫൈഡ് ബ്രസൽ ട്രീറ്റി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പിന്നെ അതിനെ വെസ്റ്റേൺ യൂറോപ്യൻ യൂണിയൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അത് ഏകദേശം 2010 വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ബ്രസൽ ട്രീറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ആ പേരാണ് ഇമ്പോർട്ടന്റ്. ബ്രസൽ ട്രീറ്റി 1948, ആ പേരാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ 1948 ബെർലിൻ ബ്ലോക്കേഡ്. ബെർലിൻ വാൾ അറിയാലോ? ബെർലിൻ വാൾ കേട്ടിട്ടുണ്ടോ? ബെർലിൻ വാൾ കേട്ടിട്ടുണ്ടോ? ബെർലിൻ വാൾ എവിടെയാണ്, അല്ലെ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് 2-3 ടോപ്പിക് ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്. കോൾഡ് വാറിന്റെ ഒന്ന് ജസ്റ്റ് കേട്ടിരിക്കുക. ജർമ്മനി എന്ന് പറയുന്നത് പോസ്റ്റ് വേൾഡ് വാറിൽ അധികം നാശനഷ്ടം ഉണ്ടാക്കിയതും ഹിറ്റ്ലർ പോലുള്ള ഒരു ഏറ്റവും വലിയൊരു സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പ് നടന്ന ഒരു സ്ഥലവും കൂടെയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓൾറെഡി അവർക്ക് ജർമ്മനി കയ്യിലെടുക്കണമെന്ന് രണ്ട് കൂട്ടർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ കോൾഡ് വാർ ഉണ്ടായി പോയതുകൊണ്ട് ജർമ്മനി നിൽക്കുന്ന സ്ഥലം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ജർമ്മനി നിൽക്കുന്ന ഒരു വേൾഡ് മാപ്പിന്റെ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ USA നോക്കിയാലും USSR നോക്കിയാലും ഏകദേശം സെന്ററിലാണ്. USA നോക്കിയാലും USSR നോക്കിയാലും ഏകദേശം സെന്ററിൽ വരുന്ന ഇതായതുകൊണ്ട് തന്നെ, ഈ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ, ജർമ്മനി ഇങ്ങനെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് എന്താണ്? ഇവർക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ബോർഡർ ഏരിയാസിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അങ്ങനെ ബോർഡർ ഏരിയാസിൽ 1948 ആയപ്പം കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പം അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും ഇത് കിട്ടാതായി. എന്നാലും ഫുഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാതായി. അങ്ങനെ ബെർലിൻ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ബെർലിൻ എയർലിഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി. എയർലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ബെർലിൻ എയർലിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ വിമാനത്തിൽ വന്ന് ഫുഡ് കൊടുക്കുക, അതുപോലെ അവിടെ ഫീഡ് ചെയ്യുക, അത് US ചെയ്തതാണ്. അപ്പൊ US ചെയ്യുമ്പോൾ അത് USSRന് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ എവിടെ ആരിടപെട്ടാലും ഈ രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെടത്തില്ല. ആരെങ്കിലും ആദ്യം ഇടപെട്ടാൽ രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ആ ഒരു ക്രൈസിസ് ആദ്യമേ ഉണ്ട് ബെർലിൻ എന്ന് പറയുന്ന ഏരിയ, അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറയുന്ന ഏരിയയിൽ ഈ ക്രൈസിസ് ആദ്യമേ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ബെർലിൻ എന്ന് പറയുന്ന ഏരിയ. ആ ബെർലിൻ എന്ന് പറയുന്ന ഏരിയയിൽ 1948 നടന്ന ഇൻസിഡന്റ് ആണ് ഇത്. ബെർലിൻ ക്രൈസിസ് അല്ലെങ്കിൽ ബെർലിൻ എയർലിഫ്റ്റ് എന്നാണ് ആദ്യം അറിയപ്പെടുക. ബെർലിൻ എയർലിഫ്റ്റ് 1948.
ബെർലിൻ എയർലിഫ്റ്റ് 1948. അത് പിന്നെ ബെർലിൻ വാൾ കൺസ്ട്രക്ഷനിലേക്ക് പോയി. ബെർലിൻ വാൾ കൺസ്ട്രക്ട് ചെയ്തു. ഈസ്റ്റേൺ സെക്ടർ ഈസ്റ്റ് ജർമ്മനി എന്ന് പറയുന്നത് USSRന്റെ കുറെ ഏരിയ USSR കൊണ്ടുപോയി, കുറെ ഏരിയ ബ്രിട്ടീഷുകാരും അമേരിക്കൻസും ഫ്രഞ്ചൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തു. ഇങ്ങനെ ഒറ്റ എതിരാളി USSR, ബാക്കി കുറച്ച് ആൾക്കാർ, പ്രധാനപ്പെട്ട പ്ലെയർ അമേരിക്ക എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോകും. ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷ് ആയിരുന്നു, പിന്നെ ബ്രിട്ടീഷിന്റെ ഇത് കുറഞ്ഞു വന്നു. എക്കണോമിക്കലും ആയിട്ടും മിലിറ്ററി ആയിട്ടും ബ്രിട്ടീഷിന്റെ സ്വാധീനം കുറഞ്ഞു വന്നതിന് ശേഷം അമേരിക്കയായി. സോ അമേരിക്ക വെസ്റ്റ് സൈഡിലും USSR ഈസ്റ്റ് സൈഡിലും, അങ്ങനെ ഒരു ബെർലിൻ വാൾ, അതാണ് ബെർലിൻ വാൾ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ബെർലിൻ വാള്. സോ ഇത് ക്രൈസിസിനെ, ഈ ആദ്യത്തെ എയർലിഫ്റ്റിംഗ് ക്രൈസിസിനെ പറയുന്ന പേരാണ് ബെർലിൻ എയർലിഫ്റ്റ്, അല്ലെങ്കിൽ ബെർലിൻ ക്രൈസിസ് എന്ന്, അല്ലെങ്കിൽ ബെർലിൻ ബ്ലോക്കേഡ് എന്ന് പറയാം. ബെർലിൻ ബ്ലോക്കേഡ് എന്ന് പറയുന്നത് 1948ലാണ്. ഇനി ബെർലിൻ വാൾ ക്രൈസിസ് എന്നോ ബെർലിൻ ക്രൈസിസ് എന്നോ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് 1961ലാണ്. ഓക്കെ, 1960. രണ്ടും തിരിഞ്ഞു പോകരുത്. ക്രോണോളജിയൊക്കെ വരുമ്പോൾ കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഏരിയാസ് ആണ്. ഒന്ന് ബെർലിൻ ബ്ലോക്കേഡ് ആൻഡ് എയർലിഫ്റ്റ് എന്ന് പറയുന്നത് 1948ലാണ്. ബെർലിൻ ബ്ലോക്കേഡ് ആൻഡ് എയർലിഫ്റ്റ് എന്ന് പറയുന്നത് 1948ലാണ്. ബെർലിൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ 1961ലാണ്. ബെർലിൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ 1961ലാണ്. അതായത് എന്ത് ചെയ്യുന്നു, ഈസ്റ്റ് ജർമ്മനി, സോവിയറ്റ് യൂണിയൻ, ബെർലിൻ വാളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടുള്ള ക്രൈസിസും കാര്യങ്ങളും, ഇൻസ്റ്റെബിലിറ്റിയും ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളതാണ് ബെർലിൻ ക്രൈസിസ്. ഫേമസ് 1961ലെയാണ്. ബെർലിൻ ക്രൈസിസ് എന്ന് പറയുന്നതാണ് നമ്മൾ ബെർലിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നാലും ബെർലിൻ ബ്ലോക്കേഡ് എന്നോ എയർലിഫ്റ്റ് എന്നോ ചോദിച്ചാൽ 1948 ആണ്. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ഓക്കെ ആണല്ലോ. ദെൻ ഇത് 1949 നിങ്ങൾ ഇന്നലെ പഠിച്ചതായിരിക്കും. USSR ഒക്കെ ന്യൂക്ലിയർ ബോംബ് ഇട്ട സമയം, ജസ്റ്റ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. 1949 ചൈനീസ് റെവല്യൂഷൻ നടന്നിട്ടുള്ളത്. ഇത് നമ്മൾ മാവോയിൽ പഠിക്കും. ചൈനീസ് റെവല്യൂഷൻ മാവോ പഠിക്കേണ്ടി വരും. മാവോയിൽ പഠിക്കേണ്ടി വരും അല്ലെ? മാവോയിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അത് നോക്കിയ മാവോ ഏരിയാസിൽ ചൈന റെവല്യൂഷന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, ദെൻ 1949 നാറ്റോ ഫോർമേഷൻ. ഇത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. നാറ്റോ ഇപ്പൊ ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കാണുന്ന ഒരു ഏരിയയാണ് നാറ്റോ. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പഠിക്കണം. അതുകൊണ്ട് വേറെ മെറ്റീരിയൽ ഞാൻ അത് പഠിപ്പിക്കും, ഔട്ട് ഓഫ് ദ ബോക്സിൽ പഠിപ്പിക്കും. നാറ്റോ ഫോർമേഷൻ, അതായത് ട്രംപ് വന്നതിന് ശേഷം വീണ്ടും നാറ്റോയെ പറ്റിയൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നാറ്റോ ഫോർമേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഫോർമേഷൻ മാത്രം, ഡേറ്റ് മാത്രം ഓർത്ത് വെച്ചിരിക്കുക. 1949 നാറ്റോ. ഈ നാറ്റോ, സിയാറ്റോ, സെന്റോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സിയാറ്റോ, സെന്റോ എന്നൊക്കെ പറഞ്ഞ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഫോർമേഷൻസ് ആണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ആ ഏരിയയൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് വെച്ചിരിക്കുക. അങ്ങനെയുള്ളതൊക്കെ എക്സ്ട്രാ ഞാൻ തരും. എന്നാലും ഒരു ഇന്റർനാഷണൽ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നാറ്റോ ഫോർമേഷൻ 1949. അതിനടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടിന്യൂസ് ചോദിക്കുന്ന ഏരിയ കൊറിയൻ വാറിലേക്ക് പോവുകയാണെങ്കിൽ 1950-53. അപ്പം ഒരു ക്രോണോളജി ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു വർഷം ചോദിച്ചാലും 1950-53 അല്ലെങ്കിൽ 50 ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു വർഷമായിരിക്കും പറയുന്നത്. ക്രോണോളജി ചോദിച്ചാലും ഇങ്ങനെ നമ്മൾ ആലോചിക്കാവും. കൊറിയൻ വാർ എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ ഉണ്ട്. സൗത്ത് കൊറിയയിൽ സോവിയറ്റ് യൂണിയൻ ആധിപത്യം എടുക്കുകയും നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ കാണുന്നുണ്ടല്ലോ അല്ലെ? നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ. ഇതില് സൗത്ത് കൊറിയയിൽ സോവിയറ്റ് യൂണിയൻ ആധിപത്യം, അല്ലെങ്കിൽ സൗത്ത് ഇതിൽ കുറച്ചധികം സോവിയറ്റ് യൂണിയന് ആക്സസ് ഉണ്ടാവുകയും നോർത്ത് കൊറിയയിൽ ഈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചൈന US സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയ, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് കൊറിയൻ വാർ എന്ന് പറയുന്നത്. ആ സമയത്ത് നോർത്ത് കൊറിയ, സൗത്ത് കൊറിയയൊക്കെ ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ കൊറിയൻ വാർ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളൊരു പേര് പഠിച്ചു വെക്കണം, എവിടെയെങ്കിലും എഴുതി വെക്കുക. ഞാൻ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടില്ല. അത് എഴുതാൻ കാര്യം, കഴിഞ്ഞ ചോദ്യം വന്നിട്ടുണ്ട്. മ്യാൻമാറും ബംഗ്ലാദേശും തിരിക്കുന്ന ഒരു റിവറിന്റെ പേര് ചോദിച്ചല്ലോ, അതെന്തായിരുന്നു ആൻസർ? ഞാൻ നിങ്ങളെ ഓറിയന്റേഷനിൽ കാണിച്ച ആൻസർ എന്തായിരുന്നു? മ്യാൻമാറും ബംഗ്ലാദേശും ബോർഡറിലുള്ള റിവറിന്റെ പേര്, ഞാൻ ഓറിയന്റേഷനിൽ പറഞ്ഞ റിവറിന്റെ പേര് എന്തായിരുന്നു? ഓറിയന്റേഷൻ കാണിച്ചും തന്നു. മെക്കോങ് അല്ല, മെക്കോങ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ്. കാളിയല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. അത് വന്നാലും ടഫാണ്. ടെക്നിക്ക് ഉപയോഗിക്കാതെ കിട്ടത്തില്ല. അല്ലെങ്കിൽ അത് പക്ക അറിയണം. പക്ക അറിയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. മെക്കോങ് അല്ല. നാഫ്
യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ചൈനയും നോർത്ത് കൊറിയയും തിരിക്കുന്ന ഒരു റിവർ ഉണ്ട്, അതിന്റെ പേര് യാലു എന്നാണ്. യാലു ജസ്റ്റ് വെച്ചിരിക്കുക, വെറുതെ വെച്ചിരിക്കുക. ഞാനിത് പഠിപ്പിച്ചതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ആ ടോപ്പിക്സിൽ റിവർ എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് മാറുന്നുണ്ട്. ഇന്ത്യയുടെ റിവറും അതുപോലെ ഇന്റർനാഷണൽ റിവറുകൾ ഇപ്പൊ ടോപ്പിക്സിൽ വരുന്നത് കൊണ്ട് അതിന്റെയും ഒരു ചെറിയ മെറ്റീരിയൽ കാണും. അതൊക്കെ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ നമ്മൾ തരും. ഓക്കെ, അതൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റിലുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ എഴുതണം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. യാലു എന്നാണ് റിവറിന്റെ പേര്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. ചൈന നോർത്ത് കൊറിയ ബോർഡറിൽ വരുന്നതാണ് യാലു. എന്തെങ്കിലും എഴുതി വെച്ചിരുന്നാലും കൊള്ളാം. ഓക്കെ, കൊറിയൻ പിന്നെ ഡീമിലിറ്ററൈസ്ഡ് സോൺ ആക്കും. 38 പാരലൽ എന്ന് പറഞ്ഞാൽ ആ മാപ്പ് ഈ മെറ്റീരിയൽ കിട്ടുമ്പോൾ നോക്കാം. മാപ്പിൽ ആ 38 പാരലൊക്കെ ഞാൻ അതിനകത്ത് അടയാളപ്പെടുത്തി. 38 പാരലൽ കൊറിയൻ മിലിറ്ററി ആ ഒരു ഇൻസിഡന്റ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്താണ് കമ്മ്യൂണിസ്റ്റ് നോർത്ത് കൊറിയൻ ഇൻവേഷന് അത് പിന്നെ ഇങ്ങനെ ഒരു ഡീമിലിറ്ററൈസ്ഡ് സോൺ ആക്കിയിട്ട് ഇൻവേഷൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കൊറിയൻ വാർ 1950-53 ഇതുവരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. ജസ്റ്റ് കൊറിയൻ വാർ അങ്ങനെ ചോദിക്കാറുള്ളൂ. അങ്ങനെ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ 1951 ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി ഉണ്ടായി. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, US അൻസൂസ് പാക്ട് എന്നാണ്. അൻസൂസ് പാക്ട് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ആ പേരുകൾ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, US ചേർന്നിട്ട് ഒരു അൻസൂസ് പാക്ട് ഉണ്ടായി. പസഫിക് റീജിയന് വേണ്ടിയാണെന്ന് ആലോചിക്കുക. പസഫിക് റീജിയനാണ്. ഞാൻ ഇന്നലെ ഒരു ഓർഗനൈസേഷൻ പഠിപ്പിച്ചല്ലോ, ഇൻഡോ പസഫിക് ഓഷ്യനെ സംരക്ഷിക്കാനും സെക്യൂരിറ്റിക്കും അതുപോലെ എക്കണോമിക്കൽ സൈഡിലും എല്ലാത്തിനും വേണ്ടി ഒരു ഓർഗനൈസേഷൻ പഠിപ്പിച്ചല്ലോ ഇന്നലെ. എന്തായിരുന്നു ഓർഗനൈസേഷന്റെ പേര്? ഇൻഡോ പസഫിക് റീജിയന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ പഠിപ്പിച്ചായിരുന്നല്ലോ ഇന്നലെ. ഏതായിരുന്നു ഓർഗനൈസേഷൻ? ഒരാളെങ്കിലും പറയോ ക്ലാസ്സിലെ? ഇന്നലെ ഒരു പേര് പഠിപ്പിച്ചിരുന്നു. ഇന്നലെ ഒരു ഓർഗനൈസേഷന്റെ പേര് പഠിപ്പിച്ചിരുന്നു. ഇന്നലെ ഇൻഡോ പസഫിക് ഓഷ്യൻ ഓർഗനൈസേഷന്റെ ഒരു ഓർഗനൈസേഷൻ നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞു അറ്റ്ലാന്റിക് ഓഷ്യൻ ഒന്നും ആയി പോലും ചിലപ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആർക്കും ഓർമ്മയില്ല? ഓർമ്മ ഇല്ലയോ? ഉണ്ടോ? തെറ്റുമെങ്കിൽ തെറ്റിക്കോട്ടെ. നിങ്ങൾ ഓർമ്മയുള്ള മറന്നുപോയി എന്നെങ്കിലും ഒരു ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇന്നലെയാണ് പഠിപ്പിച്ചത്. ഞാനിത് ചോദിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് തെറ്റാനുള്ള ഇൻട്രസ്റ്റ് കൂട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ ഞാൻ ഓറിയന്റേഷനിലും മെന്റർഷിപ്പിലും എല്ലാം പറഞ്ഞതാണ്. തെറ്റുക എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. തെറ്റാന്ന് വൈകിനെ പറഞ്ഞ കണ്ടു. തെറ്റുക എന്ന് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. തെറ്റുക സ്വാഭാവികമാണ്. ഒരു മനുഷ്യന് തെറ്റും. ആ തെറ്റിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാദ്യം തെറ്റാൻ ശ്രമിക്കണം. എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ കൂട്ടുകാരെന്ത് വിചാരിക്കും, സാറെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാതിരുന്നാൽ, അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറന്നുപോയെന്ന് പറഞ്ഞാലും ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു അക്സെപ്റ്റ് ഫെമിലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് ഓരോ കാര്യങ്ങൾ. ഓക്കെ, ഇൻഡോ പസഫിക് ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കോഡ് വൈകിനെ പറഞ്ഞ കറക്റ്റാണ്. കോഡാണ് കോഡിലാറ്ററൽ സെക്ടറിൽ എന്ന് പറയുന്നത്. അതാണ് കോഡാണ്. ഇന്നലെ ജസ്റ്റ് ക്ലാസ് ഒക്കെ നന്നായിട്ട് കേട്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ഇന്നേ മറന്നു പോയെങ്കിൽ ആ ഒരു കാര്യം ആലോചിക്കുക. നല്ല പാടായിരിക്കും ഇത് ചെയ്തെടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങളത് റീവിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാനായാലും ഒരാഴ്ച എടുത്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം മറന്നു പോകും. പിന്നെ ഞാൻ ഒന്നേ റീവിസിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. കാരണം എന്താ? നല്ലതുപോലെ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് റിവൈസ് ചെയ്യുമ്പോൾ ഓർമ്മ വരിക. അപ്പൊ ആ ടെക്നിക്ക് തന്നെയാണ് നിങ്ങളടുത്തും പറയുക. നല്ലതുപോലെ പഠിക്കുക, പിന്നെ 3 ദിവസം, പിന്നെ ഒരാഴ്ച, അങ്ങനെ റീവിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതേ നടക്കൂ. അല്ലാതെ ആർക്കും പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. പ്രത്യേകിച്ച് പെട്ടെന്നുള്ള മെമ്മറി ഒന്നും ആർക്കും വർക്കാവാൻ ചാൻസ് ഇല്ല. എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ്ലി നോക്കിയിരുന്നാലേ പറ്റും. ഓക്കെ, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെന്നൊക്കെ ഉള്ളൊരു ഇത് വേണം. then വാട്സാപ്പ് ആക്ട്, ഈ നാറ്റോ നേരത്തെ പറഞ്ഞ 1949 നാറ്റോ ഉണ്ടല്ലോ, നാറ്റോയ്ക്ക് എതിരെ USSR തുടങ്ങിയതാണ് വാട്സാപ്പ് ആക്ട്. ഇത് രണ്ടും നമുക്ക് വേറെ പഠിക്കാം. ദെൻ വിയറ്റ്നാം വാർ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല. 1955-75 വിയറ്റ്നാം വാർ എന്ന് മാത്രം ആ ഒരു സമയത്താണ് പഠിക്കുക. നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാം, US അല്ലെങ്കിൽ അതുപോലുള്ള ഇഷ്യൂസ് ആണ്. ഇതുപോലുള്ള ഒരു വാറാണ് വിയറ്റ്നാം വാർ. ദെൻ സോവിയറ്റ് ഇൻവേഷൻ ഓഫ് ഹംഗറി നോക്കി വെച്ച് 56 നല്ലപോലെ പഠിക്കുക. സോവിയറ്റ് ഇൻവേഷൻ ഓഫ് ഹംഗറി പഠിക്കണം. സോവിയറ്റ് ഈ വർഷം മാത്രം പഠിച്ചാൽ മതി. അഫ്ഗാനിസ്ഥാൻ
അതൊക്കെ നമ്മൾ നോക്കി വെച്ചിരിക്കണം. വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോവിയറ്റ് ഇൻവേഷൻ ഓഫ് ഹംഗറി, സോവിയറ്റ് ഹംഗറി ഇൻവേഡ് ചെയ്തു എന്നുള്ളത്. ദെൻ കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ഏരിയ 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ്, കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ഏരിയ 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ് ക്ലോസസ്റ്റ് കോൾഡ് വാർ മൊമെന്റ് ആണ്. അത് തന്നെ പ്രതീക്ഷിച്ച ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഈ ക്യൂബയിൽ USSRന്റെ നേതൃത്വത്തിൽ ഒരുപാട് മിസൈൽസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റൂമറൊക്കെ വന്നതിന് ശേഷമുള്ള ഇതാണ്. അതിൽ കുറെ ഇതുണ്ട്, പക്ഷെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ജസ്റ്റ് ക്യൂബൻ മിസൈൽ ക്രൈസിസ്. ഓക്കെ, 1963 പാർഷ്യൽ ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആംസ് കൺട്രോൾ ഉണ്ടായിരുന്നു 1963. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് തരും, ആ ക്ലാസ് നിങ്ങൾ കാണണം. ന്യൂക്ലിയർ ട്രീറ്റീസിന്റെ അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ സോൾട്ട് 1 സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞിട്ട് അതും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് റെക്കോർഡ് തരുന്നുണ്ട്, അത് കാണുക. സോൾട്ട് 1 1970, ഇതൊക്കെ ട്രീറ്റീസ് ആണ്. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ US-ഉം USSRും തമ്മിൽ അടി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന മൊമെന്റുകളിൽ ഒരുപാട് ആംസ് റിഡക്ഷൻ ട്രീറ്റീസിലൊക്കെ അവർ ഒപ്പിടും. അതാണ് ഇങ്ങനെ വരുന്നത്. ഒന്ന് പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റി, സോൾട്ട് 1 ട്രീറ്റി. ദെൻ റിച്ചാർഡ് നിക്സൺ, ഞാൻ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് കാര്യം നോക്കാൻ പറഞ്ഞതാണ്, 1972. ഇന്നത്തെ ആക്ടിവിറ്റി കോൾഡ് വാർ USSRന്റെ ഹെഡുകളെ നോക്കാം. USSRന്റെ ഹെഡുകൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. USSRന്റെ ഹെഡുകളെ നോക്കുക എന്നുള്ളതാണ്. USSRന്റെ ഹെഡുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ USSRന്റെ ഹെഡുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നുള്ള. USSRന്റെ ഹെഡുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. Then 1973 ഓയിൽ ക്രൈസിസ്. 1973 ഓയിൽ ക്രൈസിസ്. യോം കിപ്പൂർ വാർ എന്ന് നടക്കുന്നുണ്ടോ? ഇത് ഫേമസ് അല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചവർക്ക് അറിയാം, കുറച്ച് റെവല്യൂഷന്റെ പേരുകൾ വരുന്നു. പിന്നെ തൊട്ടു മുമ്പ് മഞ്ചൂരിയൻ റെവല്യൂഷന്റെ ഇത് വന്നിരുന്നുണ്ട്. പിന്നെ കുറച്ച് അങ്ങനെ വാറിന്റെ ഒക്കെ പേര് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. 1973 ഒരു യോം കിപ്പൂർ വാർ എന്ന് പറയുന്ന വാർ ഉണ്ടായി, ഇസ്രായേൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, യോം കിപ്പൂർ വാർ എന്ന് പഠിക്കുക. ഈ ഓർഗനൈസേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് തീരുമാനമെടുത്തു, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇനി ഓയിൽ കൊടുക്കില്ല. അതാണ് ഓയിൽ ക്രൈസിസ് 1973. അതിന് കാരണമായ യുദ്ധം യോം കിപ്പൂർ വാർ. ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ കുറച്ച് വാറിന്റെ ഒട്ടും കേൾക്കാത്ത വാറുകളൊക്കെ വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് ഫെമിലിയർ ആകട്ടെ എന്ന് വെച്ചിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. 1975 ഹെൽസിങ്കി അക്കോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഈസ്റ്റും വെസ്റ്റും കാണിച്ചല്ലോ മാപ്പിൽ, ഈസ്റ്റിലെയും വെസ്റ്റിലെയും മാപ്പുകൾ കാണിച്ചല്ലോ. അപ്പൊ ആ യൂറോപ്യൻ കൺട്രീസും അതുപോലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ പോലുള്ള ഇത് കോൾഡ് വാർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഈസ്റ്റും വെസ്റ്റും കൂടെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്ന ഒരു അക്കോർഡാണ്, അല്ലെങ്കിൽ എഗ്രിമെന്റ് ആണ് ഹെൽസിങ്കി അക്കോർഡ്. ഹെൽസിങ്കി എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹെൽസിങ്കി ആരും കേട്ടിട്ടില്ല? ഹെൽസിങ്കി കേട്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കേട്ടിട്ടില്ല. നിങ്ങൾ കൊറോണ ടൈമിൽ ഒരു ഫേമസ് സീരീസ് ഇല്ലായിരുന്നു, മണി ഹെയ്സ്റ്റ്? കേട്ടിട്ടുണ്ടോ? കൊറോണ ടൈമിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ട ഒരു സീരീസ്. കൊറോണ സമയത്ത് നമ്മൾ കണ്ടത്, കേട്ടിട്ടുണ്ട്, മണി ഹെയ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലെ ക്യാരക്ടറിന്റെ പേരാണ്. ആ ക്യാരക്ടറിന്റെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ ആ ക്യാരക്ടറിനെല്ലാം ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള സിറ്റീസിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. പല ആൾക്കാർക്കും. ഹെൽസിങ്കി, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതിനകത്ത്. പ്രൊഫസർ എന്നാണ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഹെഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇന്റർനാഷണലി നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഓരോന്ന് കാണുമ്പോഴും, ഇൻ കേസ് നിങ്ങളിപ്പോൾ എമ്പുരാൻ കണ്ടു കാണാം, എമ്പുരാനിൽ തന്നെ ഒരുപാട് സിറ്റീസിന്റെ പേര് പറയുന്നുണ്ട്.
ഇതൊന്നും ചോദിക്കുമെന്നല്ല പറയുന്നത്. ജസ്റ്റ് നിങ്ങളത് കേൾക്കുമ്പോൾ ഓക്കെ ഇതൊരു ഇന്റർനാഷണലി ഉള്ള ഒരു ഫേമസ് സിറ്റിയാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം, ഒരു അവയർനെസ്സിന് വേണ്ടി നോക്കിയേക്കാം. ഇങ്ങനെയൊക്കെ തന്നെയാണോ ചിലപ്പോൾ മേ ബി ഒക്കെ കിട്ടുന്നത്. ഞാൻ ഇപ്രാവശ്യം പറഞ്ഞിരുന്നു ഈ G20 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആൻസർ കിട്ടിയത് റെയിൽവേ ടിക്കറ്റിൽ നിന്നാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളായിരിക്കും ഉപകാരപ്പെടുക. ഒരു എക്സാമിന് പല കാര്യങ്ങളായിരിക്കും ഉപകാരപ്പെടുക. അല്ലാതെ മെറ്റീരിയൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സെൻസ് മാത്രമല്ല ഉപകാരപ്പെടുക. നിങ്ങൾ കണ്ട സിനിമകളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഒട്ടും റെലവെന്റ് അല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുക ഒരു ലോജിക്കിന്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഹെൽസിങ്കി അക്കോർഡ്, ഇത് ഫിൻലാൻഡിലെ ഒരു സിറ്റിയാണ് ഹെൽസിങ്കി. അപ്പൊ ഇതുപോലെ കുറെ സിറ്റീസിന്റെ പേരൊക്കെ പല ക്യാരക്ടേഴ്സിനും അതിനകത്തുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ കൊറോണ ടൈമിലൊക്കെ അത് കണ്ടു കാണും നോക്കണം. ഓക്കെ, 1977 എക്കണോമിക് റിഫോംസ് ബിഗിൻ ഇൻ ചൈന എക്കണോമിക് റിഫോംസ്, അത് മാവോയിൽ നമ്മൾ പഠിക്കും. 1978 പ്രസിഡന്റ് ജിമ്മി കാർട്ടർ എന്ത് ചെയ്തു? പീസ് ബിറ്റ്വീൻ ഈജിപ്റ്റ് ആൻഡ് ഇസ്രായേലിന്റെ അതൊരു പീസ് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ. ഇത് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. 1979 ഇസ്ലാമിക് റെവല്യൂഷൻസ് എന്ന് പറയുന്ന ഏരിയ, ഇറാൻ, ഇസ്ലാമിക് റെവല്യൂഷൻ ഇൻ ഇറാൻ. ഇങ്ങനെ ആഫ്രിക്കയിൽ കുറെ റെവല്യൂഷൻസ് നടന്നിട്ടുണ്ട്. ഇതുപോലെ പല സ്ഥലങ്ങളിലും പലതരം റെവല്യൂഷൻസ് നടന്നിട്ടുണ്ട്. ഇതൊന്നും അടുത്ത കാലങ്ങളിലാണ് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത കാലങ്ങളിൽ ചെറിയ നമ്മൾ എന്ത് ചെയ്യുന്നു, ചാൻസുകൾ കാണുന്നു ചോദ്യം വരാൻ. അങ്ങനെയാണ് കഴിഞ്ഞ ഓറഞ്ച് റെവല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള കുറെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാസ്മിൻ റെവല്യൂഷൻ, മുല്ലപ്പൂ വിപ്ലവം, ജാസ്മിൻ റെവല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ജാസ്മിൻ റെവല്യൂഷൻ കേട്ടിട്ടുണ്ടോ? മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള കേട്ടിട്ടുണ്ടോ? മുല്ലപ്പൂ വിപ്ലവം, ജാസ്മിൻ റെവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചില ഏരിയാസ് ഉണ്ട്. സിലബസിൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും കിട്ടത്തില്ല, പക്ഷെ ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ വേറെ മെറ്റീരിയൽ പഠിപ്പിക്കും. ഞാൻ ഇതിന്റെ ഒരു ഇതായിട്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ വർഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1979 സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇയർ ആണ്. 79 സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ. 1788 ഇറാൻ ഇറാഖ് വാർ. ദെൻ 1981 റേഗൻ ഡോക്ട്രിൻ എന്ന് പറഞ്ഞിട്ട് അഗ്രസീവ് ആന്റി കമ്മ്യൂണിസ്റ്റ് പോളിസി ബൈ US. കമ്മ്യൂണിസ്റ്റത്തെ എതിർക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഒരു പോളിസി ആയിട്ട് കൊണ്ടുവന്ന റേഗൻ ഡോക്ട്രിൻ എന്ന് പറഞ്ഞിട്ട് US-ന്റെ ഒരു ഇതിന്റെ ജസ്റ്റ് റെഗൻ ഡോക്ട്രിൻ. നമ്മളങ്ങനെ 2-3 ഡോക്ട്രിൻ പഠിച്ചു. ട്രൂമാൻ, മാർഷൽ, പിന്നെ റെഗൻ. ഇത് അല്ലാത്ത ഒരുപാട് ഡോക്ട്രിൻസ് ഉണ്ട്. ഗുവാം ഡോക്ട്രിൻ എന്നൊക്കെ പറഞ്ഞ് വേറെ ഡോക്ട്രിൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വേറെ മെറ്റീരിയൽസിൽ നമ്മൾ അല്ലാണ്ട് ആഡ് ചെയ്ത് പഠിപ്പിക്കും. അത് നമ്മളെ സിലബസോട്ട് അധികം ബന്ധമില്ല, ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത്. ഇതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടന്റ്, നാറ്റോ ഫോർമേഷൻ, കൊറിയൻ വാർ, ബെർലിൻ ക്രൈസിസ്, വാട്സാപ്പ് ആക്ട്, വിയറ്റ്നാം വാർ, ദെൻ സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ. ഇത്രയും പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ടത്. ബാക്കി ജസ്റ്റ് വായിക്കാന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഗോർബച്ചേവ് അറിയായിരിക്കും. 1980, 81, 83 ഗോർബച്ചേവ്. 85 ഗോർബച്ചേവ് റിഫോംസ്. ഗോർബച്ചേവ് ആരായിരുന്നു ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ഗോർബച്ചേവ്, മിഖായൽ ഗോർബച്ചേവ്. ഇത് കേൾക്കാത്ത ആരും ഉണ്ടാവും തോന്നില്ല, എല്ലാവരും കേട്ടു കാണൂലേ? ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ആദ്യത്തെ ഒരു ആവേശം കാണുന്നില്ല. USSR ശരിയാണ്. USSR പ്രസിഡന്റ് ആണ് ഗോർബച്ചേവ്, മിഖായിൽ ഗോർബച്ചേവ്. അദ്ദേഹത്തിന്റെ 2 പോളിസി ആയിരുന്നു ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റഡി നടത്തിക്കുക. ഓപ്പൺ ഡോർ പോളിസി എന്നൊക്കെ നമ്മൾ പറയുന്ന കണക്കുള്ള ഒരു ഇതാണ് ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. ശരിക്കും അത് കാരണമാണ് USSR നശിച്ചത് എന്നാണ് പിന്നെ പറയപ്പെടുന്നത്. അതൊരു ക്ലോസ്ഡ് ഡോർ എക്കണോമിയെ ഓപ്പൺനെസ് ആക്കി കൊടുത്തപ്പം ഉണ്ടായ കുറച്ച് റിഫോംസിന്റെ ഒക്കെ റിസൾട്ടാണ്, കോൺസിക്വൻസ് ആണ് USSR നശിച്ചത് എന്നാണ് ഇന്റർനാഷണൽ ലെവലിൽ പറയുന്നത്. പക്ഷെ അതിനല്ലാത്ത കുറെ റീസൺസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊരു ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് നമുക്ക് പോകേണ്ടതുകൊണ്ട് ജസ്റ്റ് ഗോർബച്ചേവ് 1985. 1989 വളരെ ഇമ്പോർട്ടന്റ്, ഫാൾ ഓഫ് ബെർലിൻ വാൾ. ആ ബെർലിൻ വാൾ ഫാൾ ചെയ്തത് പിന്നെ 1991 ആയപ്പോൾ കോൾഡ് വാറും എൻഡായി. പിന്നെ സോവിയറ്റ് യൂണിയനും ഡിസൊല്യൂഷൻ നടന്നു എന്നുള്ളതാണ്. സോവിയറ്റ് യൂണിയനും ഡിസൊല്യൂഷൻ നടന്നു. ഓക്കെ, 1991 ഗൾഫ് വാർ. ഇത് നമുക്ക്
എക്സ്ട്രാ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, അത് അല്ലാതെ ഉൾപ്പെടുത്തി പഠിപ്പിക്കും. പിന്നെ 1992 ഇതൊക്കെ നോക്കി വെച്ചേക്കണേ. 1991 ഗൾഫ് വാർ നടക്കുന്നത്. 1992 യൂഗോസ്ലോവിയയിൽ സിവിൽ വാറുകൾ നടക്കുന്നുണ്ട്. 1992 യൂഗോസ്ലോവിയയിൽ സിവിൽ വാറുകൾ നടക്കുന്നുണ്ട്. ഈ വർഷങ്ങൾ വെറുതെ നോക്കിയേക്ക, ഇമ്പോർട്ടന്റ് ആണ്. 1993 യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ആയി. അതേത് ഇതാണ് യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ആയത്? ഏതിലാണ്, ഏത് ട്രീറ്റി പ്രകാരമാണ്? പെട്ടെന്ന് പറയാം. യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ആയത്, യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ആയത് ഏത് ഇതിലാണ്? യൂറോപ്യൻ യൂണിയൻ മാസ്ട്രിച്ച് ട്രീറ്റി. ഓക്കെ, ഒരാൾക്ക് ഓർമ്മയുള്ളോ? സ്ഥിരം പഠിച്ചില്ലെങ്കിൽ ഓർമ്മ നിൽക്കില്ല. എന്താ സിനാട്ര ഡോക്ട്രിൻ? സിനാട്ര ഡോക്ട്രിൻ ഐ തിങ്ക് USSRമായി ബന്ധപ്പെട്ട, ഗോർബച്ചേവുമായി ബന്ധപ്പെട്ട. അതുപോലെ കുറെ ഉണ്ട്. ബ്രസ്നേവ് ഡോക്ട്രിൻ, ഗുവാം ഡോക്ട്രിൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് അത് ഉൾപ്പെടുത്തണമെന്നുണ്ട്. എനിക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഇൻറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ മെറ്റീരിയൽ ആഡ് ചെയ്യും. ഏത് ഔട്ട് ഓഫ് ദ ബോക്സ് മെറ്റീരിയൽ ഇതൊക്കെ ആഡ് ചെയ്യും, ഡോക്ട്രിൻസ് ഒക്കെ. മാസ്ട്രിച്ച് ട്രീറ്റി. ഓക്കെ. ദെൻ റുവാൻഡൻ ജനോസൈഡ്, അപ്പാർത്തൈഡ് എൻഡ്സ് സൗത്ത് ആഫ്രിക്ക. ഒരു പ്രാവശ്യം അപ്പാർത്തൈഡ് ചോദിച്ചിരുന്നു, ഒരു പ്രാവശ്യം അപ്പാർത്തൈഡ് ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. നോക്കിയത്. ദെൻ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ പവർ ആദ്യം, ഇതിന് മുമ്പ് എടുത്തെടുക്കുന്നത് 1996. പിന്നെ ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ്. കണ്ടിന്യൂസ്ലി ഒരു കുറച്ച് സമയം ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ കൊസോവോ വാർ. കൊസോവോ വാർ കുറച്ച് സമയത്തേക്ക് കണ്ടിന്യൂസ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2023-24 കാലഘട്ടങ്ങളിലൊക്കെ കണ്ടിന്യൂസ്ലി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കൊസോവോ വാർ. കൊസോവോ വാർ എന്ന് പറയുമ്പോൾ ഈ സിവിൽ വാറുകൾ നടക്കാറുണ്ടല്ലോ, അതിലൊരു പ്രധാനപ്പെട്ട ലിബറേഷൻ ആർമി വഴി യൂഗോസ്ലോവിയ അല്ലെങ്കിൽ യൂറോപ്യൻ സൈഡിൽ നടന്ന സൈബീരിയൻ എന്നൊക്കെ പറയുന്ന, സെർബിയൻ എന്ന് പറയുന്ന ആ ഫോഴ്സസിൽ നടന്ന ഒരു വാറാണ്. ഡീറ്റെയിൽസ് ഒന്നും പോകണ്ട, ജസ്റ്റ് കൊസോവോ വാർ എന്താണെന്ന് പഠിച്ചിരിക്കുക. നിങ്ങൾ UN-ഓടെ ക്ലാസ് കേൾക്കും. ഇന്ന് UN-ഓടെ ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ ഓപ്പൺ ആക്കി തരും. UN-ഓടെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരുപാട് പീസ് കീപ്പിംഗ് മിഷൻസിനെ പറ്റി പറയും. അതിലാണ് ഞാൻ പറഞ്ഞത് എമ്പുരാൻ സിനിമയിലൊക്കെ പറയുന്ന സിയോറി ലിയോൺ എന്നൊക്കെ പറയുന്ന ഒരു പേര് എമ്പുരാൻ സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലുള്ള നിങ്ങൾക്ക് അവിടെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിലിം കാണുമ്പോഴോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പത്രം വായിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് വെറുതെ എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഫീഡ് ചെയ്യുക. അതൊക്കെ ആയിരിക്കും നിങ്ങളൊരു എക്സാമിന് ഇതാക്കുക എന്ന് പറയുന്നത്. മുഹമ്മദ് മൊയ്സു ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? മുഹമ്മദ് മൊയ്സ് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. സ്പീഡപ്പായിട്ട് ടൈപ്പ് ചെയ്യണേ. രണ്ടുപേരെ പറഞ്ഞോളൂ. മാൽദീവ്സ് ആണ്. മാൽദീവ്സ് പഠിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ചിലർക്ക് ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മാൽദീവ്സ് എന്ന് മറന്നു പോകാതിരിക്കുക. അതുപോലെയാണ് കൊസോവോ വാർ. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. 1999 ആണെന്ന് പഠിക്കാനും എളുപ്പമാണ്. ഒരു വെറൈറ്റി പേരുമാണല്ലോ കൊസോവോ വാർ എന്ന് പറയുമ്പോൾ. 1999 നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കൊസോവോ വാർ ഒരു സിവിൽ വാറാണ്. യൂഗോസ്ലോവിയ ലിബറേഷൻ ആർമിയൊക്കെ തമ്മിലുള്ള സെർബിയൻ ഇതൊക്കെ സിവിൽ വാറാണ്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഇത് മാത്രമേ ചോദിക്കും. ഇങ്ങനെ ചോദിക്കും കൊസോവോ വാർ ഏത് ഇയർ എന്ന് മാത്രമേ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ക്രോണോളജിയിലേക്ക് വരാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ചോദിച്ചിട്ടുള്ളത് വരെ. ദെൻ 9/11 അറ്റാക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. അൽഖ്വയ്ദ ബന്ധപ്പെട്ട അറ്റാക്ക്. അൽഖ്വയ്ദയാണോ താലിബാനാണോ? അൽഖ്വയ്ദ തന്നെയല്ലേ? ഫേമസ് അറ്റാക്ക് ആണ് വാഷിംഗ്ടൺ DC ബന്ധപ്പെട്ട. 2001 US ലെഡ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ US ഇൻവേഷൻ നടത്താൻ നോക്കിയത് 2001. ദെൻ US ലെഡ് ഇൻവേഷൻ ഓഫ് ഇറാഖ് ബുഷിന്റെ സമയത്ത്. ദെൻ ഇതൊക്കെയാണ് സദ്ദാം ഒക്കെ വരുന്ന ടൈപ്പ്. ദെൻ 2008 റഷ്യ ജോർജിയ വാർ. 2014 റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ്. ഇന്നലെ ഞാൻ 2014 റഷ്യ ഏതോ ഒരു സ്ഥലം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞായിരുന്നല്ലോ ഒരു മെറ്റീരിയലിൽ. ഏതോ ഒരു സ്ഥലം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞായിരുന്നല്ലോ ക്ലാസ് കഴിഞ്ഞ്. ഏതോ ഒരു സ്ഥലം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞല്ലോ, ക്രിമിയ. ഓക്കെ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഓർമ്മ ഉണ്ടാകാനാണ്. അതായത് ഇപ്പം ഇടയ്ക്ക് ചോദിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇത് ആഡ് ചെയ്തിരിക്കുന്ന മാപ്പുകളൊന്നും പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് അവയർനെസ്സിന് വേണ്ടി മാത്രമാണ്. അതുപോലെ
ഇതൊക്കെ അവയർനെസ്സിന് വേണ്ടി മാത്രമാണ്. എന്താണ് ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് കോൾഡ് വാർ എറ പഠിച്ചു, അല്ലെങ്കിൽ പ്രീ കോൾഡ് വാർ എറ പഠിച്ചു, കോൾഡ് വാർ എറ പഠിച്ചു. ഇനി ഡിറ്റന്റ് ഫേസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അതാണ് ഇനി അടുത്ത നിങ്ങൾ ആ ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്നത്. ഡിറ്റന്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രീറ്റീസ് ഒക്കെ ഉണ്ടാവുന്ന, അധികം വാറുകളൊന്നും നടക്കാത്ത, ഈ വിയറ്റ്നാം പോലുള്ള വാറുകളൊന്നും നടക്കാത്ത ഒരു സമയത്ത് ഉള്ളതാണ് ഈ. അതല്ലെങ്കിൽ വേറെ ഫിസിക്കലായിട്ട് ഡയറക്റ്റ് ആയിട്ട് വാർഡുകൾ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയത്ത് കുറെ ഇതുണ്ടാവും, ട്രീറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത് ആ ഒരു സമയം ഡിറ്റന്റ് ഫേസ്. പിന്നെ ന്യൂ കോൾഡ് വാർ എറ എന്ന് പറഞ്ഞ ലാസ്റ്റ് ഏരിയ ഉണ്ട്. പോസ്റ്റ് കോൾഡ് വാർ എന്ന് പറഞ്ഞ ഇതിനു ശേഷമുള്ള ഒരു ഏരിയ ഉണ്ട്. ഇതൊന്നും ആരും ഡിഫൈൻ ചെയ്ത് പറയുന്നൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫേസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. നിങ്ങൾ ഈ രണ്ട് ഏരിയ, പ്രീ കോൾഡ് വാറിൽ ഞാൻ പഠിപ്പിച്ച ഏരിയാസ്, കോൾഡ് വാറിൽ പഠിപ്പിച്ച ഏരിയാസ് മാക്സിമം നന്നായിട്ട് നോക്കുക. ഇനി ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ടേ പോകാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ടേ പോകാം. ഞാൻ ഇന്ന് പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടോ എക്സ്ട്രാ പറയേണ്ടതോ? ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ എയ്ഫറിന്റെ മെറ്റീരിയൽ ഒക്കെ നോക്കുന്നുണ്ടോ? ഇലാബറേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഏരിയ ഒക്കെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടോ? സ്റ്റിക്ക് ഓൺ ടു ഒള്ളി നമ്മൾ മാത്രമാണോ നോക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ഒക്കെ നോക്കുന്നുണ്ടോ? എങ്ങനെയാണ്, എന്തെങ്കിലും പറയോ എങ്ങനെയാണെന്നുള്ളത്? ഇത് മാത്രമാണോ നോക്കുന്നത്? ഇത് മാത്രം നോക്കുന്നിടത്ത് ഒരു കാര്യമാണ് പറയേണ്ടത്. ഇത് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഒരാളുടെ നോളജ് കൂട്ടുക എന്ന് പറയുന്നത് അയാൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. ഇത് ഞാൻ UGC നെറ്റിന് എന്താണോ ചോദിക്കുന്നത് ആ ഒരു ലെവലിൽ നോളജ് ലിമിറ്റ് ചെയ്താണ് പഠിപ്പിക്കുക. എല്ലാം പറയാനുള്ള, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ എല്ലാം പറഞ്ഞുകൊണ്ടത് അത് നമുക്ക് നെറ്റിന് ഉപകാരമില്ല. അപ്പം ഒരു നോളജ് ലിമിറ്റ് ആയിട്ടുള്ള നോളജാണ് തരിക. ഇതിൽ നിങ്ങൾക്ക് നെറ്റിന് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കേണ്ടത് നെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് നമ്മുടെ മെറ്റീരിയൽ കമ്പയർ ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയെന്ന് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഒരു ഇലാബറേറ്റീവ് സ്റ്റഡി വേണം എങ്കിൽ മാത്രം എയ്ഫർ എന്ന മെറ്റീരിയൽ ജസ്റ്റ് നോക്കുക എന്നുള്ളതാണ്. എയ്ഫറിന്റെ മെറ്റീരിയലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. കുറച്ചധികം ഇതൊക്കെ ഒപ്പീനിയൻ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇത് പഠിക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും മെറ്റീരിയൽ നോക്കുന്നുണ്ട്, എയ്ഫറിന്റെ മെറ്റീരിയൽ ഒരു കുഴപ്പമില്ല, നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി അളക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൊണ്ടേ മാത്രമേ നടക്കൂ. കാരണം ഇതിന്റെ നോളജ് കൂട്ടുക എന്നുള്ളത് ഒരു പർപ്പസ് അല്ല. നമ്മുടെ നോളജ് വേണം, ഒരു മിനിമം നോളജ് വേണം, അതിന് ഇത് കൂട്ടുക അല്ലെങ്കിൽ എക്സാം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫാക്ടർ. ഓക്കെ, അത് ഒന്ന്. രണ്ടാമത്തത്, ഇനി 2 ക്ലാസ്സും കൂടെ ഉണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെയും പിന്നെ ട്രീറ്റീസിന്റെ, ന്യൂക്ലിയർ ട്രീറ്റീസിന്റെ 2 ക്ലാസ് ഉണ്ട്. അത് രണ്ടും നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡ് കണ്ടാൽ മതി. അതിന്റെ ഇതേ ഉള്ളൂ, അതൊരു ഫാക്ച്വൽ സാധനമാണ്. ഞാനിപ്പോൾ ലൈവ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുവരെയാണ് എനിക്ക് ലൈവ് എടുക്കണമെന്നുണ്ടായിരുന്നത്. ഇത് നമ്മൾ ശരിക്കും 7 ക്ലാസ് 6 ക്ലാസ് ആയിട്ട് എടുത്ത സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചുരുക്കി ഒരു 3 ക്ലാസ്സിൽ ഒതുക്കി. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുമല്ലോ. നമ്മൾ എടുക്കുന്ന എഫേർട്ടും കൂടുതലാണ്, നിങ്ങൾ ഇരിക്കുന്ന ടൈമും കൂടുതലാണെന്നൊക്കെ ഉള്ളത്. 45 മിനിറ്റ്സിലൊക്കെയും 1 അവറിന്റെ ഉള്ളിലൊക്കെയാണ് സാധാരണ നിർത്താറ്. ഇനി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആ റെക്കോർഡിങ്സ് ഓപ്പൺ ആക്കി തരും, റെക്കോർഡിങ്സ് കാണുക. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിന്റെ ഫുൾ ക്ലാസ്സും അതിനകത്ത് കിടപ്പുണ്ട്, അതും കാണുക. സെപ്റ്റംബർ 25 ആണ് നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിന്റെ ക്ലാസ് കണ്ടു തീർക്കേണ്ട ഡെഡ് ലൈൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 25 ആണ്. ഇത് ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു തീർക്കുക. മെറ്റീരിയൽ അതിനകത്ത് തന്നെ സ്റ്റഡി മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യും. അതുപോലെ ഞാൻ ഡെഡ് ലൈനുകൾ വെക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഡെഡ് ലൈൻ വെക്കാതിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്നാൽ പിന്നെ എന്തെങ്കിലും നോക്കിയാൽ മതി, ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടല്ലേ എന്ന് വിചാരിക്കും. അതല്ല, നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടായാലും എന്തായാലും ഞാനൊരു ഡെഡ് ലൈൻ പറഞ്ഞാൽ മാക്സിമം ഡെഡ് ലൈനോട് ഒരു നീതി പുലർത്തി തന്നെ നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. എന്നാലും നമ്മുടെ പ്ലാൻ അനുസരിച്ച് വർക്കൗട്ട് ആവും. ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ് പറയുന്നത്, ഓരോ ഡെഡ് ലൈൻ വെക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 25 എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് വെക്കണേ 12 ദിവസമുണ്ട്. അപ്പൊ അതിൽ ഓരോ ദിവസവും 1 മണിക്കൂറിൽ താഴെയുള്ള ക്ലാസ്സുകളേ ഉള്ളൂ. 45 മിനിറ്റ് 1 അവർ ഒക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ ഉള്ളൂ. അത് കണ്ടു തീർക്കാൻ വല്ല പാടുമില്ല. അതുപോലെ അത് പക്ക ഫാക്ച്വൽ ആണ്. എക്സ്ട്രാ പറയേണ്ട 1-2 ആൾക്കാരേ ഉള്ളൂ. തോട്ട് പറയേണ്ട 1-2 ഏരിയാസേ ഉള്ളൂ. അതും വളരെ ചുരുക്കിയാണ് തന്നിരിക്കുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടും
ബാക്കിയുള്ള IR-ന്റെ ക്ലാസ്സിനും ടൈറ്റിൽ ഇട്ടിട്ടുണ്ടാവും. പേപ്പറിൽ കാണുന്ന കണക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തരാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. അവിടെ ഈ ഫോൾഡറിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് ടൈറ്റിലുകൾ കാണും, ഡേറ്റ് കാണും. അപ്പൊ നിങ്ങൾ ഏകദേശം നോക്കിയിട്ട് മനസ്സിലാക്കുക. ടൈറ്റിൽ ഇപ്പം ന്യൂക്ലിയർ ട്രീറ്റീസ് എന്നോ അല്ലെങ്കിൽ വാർ ട്രീറ്റീസ് എന്നൊക്കെ ആയിരിക്കും ടൈറ്റിലുകൾ. അപ്പൊ ആ ടൈറ്റിലുകൾ നോക്കുക. നിങ്ങൾ കാണാത്തതാണെങ്കിൽ കാണുക. പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ കാണും, ഒരു ക്ലാസ്സും കൂടെ കാണും. അപ്പൊ അത് രണ്ടും കണ്ടു തീർക്കുക. അപ്പൊ IR IF ഏകദേശം കംപ്ലീറ്റ് ആകും, ഒരു 80% കംപ്ലീറ്റ് ആകും. ഇനിയുള്ള 20% നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു നിങ്ങളെ ഇത്രയും കണ്ടന്റ് ആയി എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു പോയിന്റിൽ നമ്മൾ വീണ്ടും കുറച്ച് കാര്യങ്ങളൂടെ തരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്, ഈ IR IF എല്ലാം കൂടെ, IR IF ഈ ഒരു സെപ്റ്റംബർ ഞായർ തിങ്കൾ, ഓക്കെ, നിങ്ങൾക്ക് ഞായറും തിങ്കളും ക്ലാസ് ഇല്ല. ഞായറും തിങ്കളും നിങ്ങൾക്ക് ഇതിന് വേണ്ടി മാത്രമാണ് എടുക്കാം. പക്ഷെ ഞായറും തിങ്കളും നിങ്ങൾക്ക് ക്ലാസ് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ആ 2 ക്ലാസ് ഇനി രണ്ടോ മൂന്നോ ക്ലാസ് ഉണ്ട്. ആ 2-3 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു തീർക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ക്ലാസ് ആണെങ്കിൽ കണ്ടു തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടു തീർക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഒന്ന്, ഇതില് നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട കാര്യം IR-ഉം IF-ന്റെ ഈ ടോപ്പിക്സ് വരുന്ന ഏരിയ ഞായർ തിങ്കൾ മാക്സിമം തിങ്കൾ കൊണ്ട് കണ്ടു തീർക്കുക. ചൊവ്വാഴ്ച തൊട്ട് ഞാൻ തിയറി സ്റ്റാർട്ട് ചെയ്യും. ചൊവ്വാഴ്ച തൊട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. 2 ദിവസം നിങ്ങൾക്ക് അവധി തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 2 ദിവസം ക്ലാസ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ 2 ദിവസം അവധി തന്നെ നിങ്ങളെ കുറച്ചും കൂടെ കംഫർട്ട് ആക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ എൻഡ് വരെയും കാണും, സെപ്റ്റംബർ എൻഡ് വരെയും ക്ലാസ് കാണും. ഇനി അടുത്ത കാര്യം, ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഇന്ന് ആദ്യത്തെ ആക്സസ് വരും. ആദ്യത്തെ ആക്സസ് നിങ്ങളുടെ ഈ റെക്കോർഡിങ്സ് ആണ്. ഫുൾ റെക്കോർഡിങ്സും അവൈലബിൾ. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിന്റെയും പിന്നെ ഈ IR-ന്റെ ബാക്കിയുള്ള ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് അവൈലബിൾ ആക്കി തരും. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു 6-7 ക്ലാസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ പതിയെ ഒരു 25-ാം തീയതി തൊട്ട് ഡെഡ് ലൈൻ വെച്ചിട്ട് കണ്ടു തീർത്താൽ മതി. അതിലും പക്കാ ഫാക്ച്വലാണ്. ഇൻ കേസ് എന്റെ ക്ലാസ് കണ്ടില്ലെങ്കിൽ പോലും, ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ എന്റെ ക്ലാസ് കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ മെറ്റീരിയൽ വായിച്ചാൽ ഒരു മിനിമം ഐഡിയ ഉണ്ടാവും. അത് മാത്രമേ ഞാനും ഇതാക്കുന്നുള്ളൂ. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക. ആ ഒരു വീഡിയോ വളരെ കുറവാണ്, 1 മണിക്കൂർ 45 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. അതിൽ 3 ആളെ വെച്ചിട്ടാണ് ഓരോ ആൾക്കാരിൽ 3 ആളെ വെച്ചിട്ടാണ് തീർത്തിട്ടുള്ളത്. ആദ്യത്തെ കുറച്ച് ക്ലാസ് നിങ്ങളുടെ മെന്റർ ഭവ്യാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിന്റെ. അത് കഴിഞ്ഞുള്ള ക്ലാസ്സുകളെല്ലാം ഞാനാണ് എടുത്തിരിക്കുന്നത്. അത് റെലവൻസും ഇറലവൻസും തിരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഹൈലി ചോദിക്കുന്നത് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിന്റെ സിലബസ് എടുത്ത് നോക്കിയാൽ 10-20ഓളം ആൾക്കാരുണ്ട്, 10-15ഓളം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള 8-9 ആൾക്കാരേ ഉള്ളൂ. അത് നമ്മൾ ഹൈലി റെലവെന്റ് ആണെന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ക്ലാസ് കാണാൻ പറയുന്നത്. അതല്ലെങ്കിൽ മെറ്റീരിയൽ പഠിച്ചാൽ മതി. പക്ഷെ കേസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് കൂടുതൽ ചോദിക്കുന്നത്, ഏതാണ് കുറവ് ചോദിക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ക്ലാസ് കാണാൻ പറയുന്നത്. പിന്നെ ക്ലാസ് കേൾക്കുമ്പോൾ അതിൻ്റെതായ ഗുണം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതല്ല, കോൺഫിഡൻസ് ഉണ്ട്, മെറ്റീരിയൽ പഠിച്ചാൽ മതിയെങ്കിൽ മെറ്റീരിയലും ആദ്യമേ അവൈലബിൾ ആക്കി തരും. ഓക്കെ, അപ്പൊ അതിന് ഇനി ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണോ? റെക്കോർഡിങ്സിന്റെ കാര്യത്തിലോ നമ്മളെ കാണുന്ന കാര്യത്തിലോ ഡെഡ് ലൈനിന്റെ കാര്യത്തിലോ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണോ? ചാറ്റ് ബോക്സ് ചോദിക്കണേ. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചാറ്റ് ബോക്സ് ചോദിക്കണം. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയണം. ഓക്കെ, നിങ്ങൾക്ക് നമ്മളിപ്പോ പോകുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എന്ന് തുറന്നു പറയണേ. വളരെ ഫാസ്റ്റ് ആയിട്ടാണെന്നൊരു ഒപ്പീനിയൻ ഉണ്ടോ? വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്, അതായത് ക്ലാസ് എടുക്കുന്നതല്ല, നമ്മൾ പോർഷൻസ് ഒക്കെ പെട്ടെന്ന് പോകുന്ന ഒരു ഫീൽ വരുന്നുണ്ടോ? അതോ പഠിച്ചെത്താനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്? അതിന്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്കൊന്ന് ചാറ്റ് ബോക്സിൽ തരും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത്? അതായത് നിങ്ങൾ ഇപ്പം ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു, അതിനുശേഷം വളരെ സ്ലോയിൽ പൊക്കോണ്ടിരുന്ന ഒരു സാധനം എടുത്തിട്ട് വളരെ സ്പീഡപ്പ് ആക്കുന്ന ഒരു ഫീൽ ഉണ്ടോ? ഇല്ല. മുൻകാലങ്ങളിൽ ഏതെങ്കിലും ക്ലാസ് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. ലാസ്റ്റ് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പോർഷൻസ് തീർക്കാൻ പറ്റാത്ത ഇയേഴ്സ് ഓർമ്മ നിൽക്കുന്നില്ല. ഓക്കെ, അതിലെന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ഉണ്ട്. ഞാൻ കമ്പൈൻഡ് ക്ലാസ്സിൽ ടെക്നിക്സ് പറയുന്ന ഒരു ക്ലാസ് വെക്കാം. അത് ഈ മാസം തന്നെ വെക്കാം, ടെക്നിക്സ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ, പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിലും നമുക്ക് അവിടെ നിന്ന് പല സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളും അതുപോലെ അവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളും വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളും എനിക്കുണ്ടായ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ലാസ്റ്റ് നിമിഷങ്ങളിൽ നിങ്ങൾ ബൾക്കായിട്ട് ക്ലാസ് കേൾക്കാൻ നിന്നാൽ നിങ്ങളെ കൊണ്ടത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് നിമിഷവും നിങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ഫീൽ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ
അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ ഇത് വരില്ല. നമ്മുടെ പ്യുവർ സ്ട്രാറ്റജി വർക്കാണ്, പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് അല്ലാതെ ഒരു പരിപാടി ഇതിനകത്ത് നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 80% കണ്ടന്റ് തരിക മാക്സിമം, ബാക്കി നിങ്ങൾ തെറ്റിച്ച് പഠിക്കും എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയിൽ വിജയിച്ച ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പൊ മാക്സിമം ഈ പ്രോസസ്സിൽ ബിലീവ് ചെയ്യുക. ആ ബിലീവ് നിങ്ങൾ കളയാതിരിക്കുക. എല്ലാവരും ഡൗൺ ആകും, എല്ലാവരും ഒരു മൊമെന്റ് ഡൗൺ ആകും. ചില സമയം പഠിക്കാൻ നല്ല ഉഷാറായിരിക്കും, നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ചില സമയങ്ങളിൽ പഠിക്കാനേ പറ്റത്തില്ല. അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് ലോകത്തിൽ വേറെ ആൾക്കും ഇല്ലാത്തതൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ 1 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഒട്ടും പഠിക്കാത്ത വളരെ സെലിബ്രേഷൻ മോഡുള്ള ഒരു ദിവസം പോലും 1 മണിക്കൂറോ അരമണിക്കൂറോ എങ്കിലും നിങ്ങൾക്ക് അന്ന് മെറ്റീരിയൽ തുറക്കാനേ പറ്റുന്നില്ല, നിങ്ങൾ ഭയങ്കര ബിസിയാന്ന് വിചാരിക്കുക, അന്ന് പോലും നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ MCQs എങ്കിലും എവിടെയെങ്കിലും പോയി ചെയ്തിരിക്കണം. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫംഗ്ഷൻ, നിങ്ങൾക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ്, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നിങ്ങൾ മെന്റലി വളരെയധികം ഡൗൺ ആകുമ്പോഴും ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോഴും ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും MCQ എങ്കിലും എവിടെയെങ്കിലും പോയി ചെയ്യുക. അതാണ് കൺസിസ്റ്റൻസി. അല്ലാതെ ഡെയിലി പഠിക്കുക എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയുടെ ഒരു പാർട്ട് മാത്രമാണ്. പഠിക്കാൻ പറ്റാത്ത സാഹചര്യം, പഠിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് സാഹചര്യത്തിൽ. വളരെയധികം ആൾക്കാർ ജോലിക്കൊക്കെ പോയിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, എന്നും പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാതെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. പേപ്പർ 1ലും പേപ്പർ 2ലും ആയിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കൺസിസ്റ്റൻസി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെയിലി പഠിക്കുക എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രമാണ്. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ഒരു റൂട്ടീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ റൂട്ടീൻ ഇല്ല എങ്കിൽ, ഇപ്പം രാവിലെ എണീച്ചാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലെങ്കിൽ നടക്കില്ല. ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് കമ്പൈൻഡ് ആയിട്ട് എടുക്കും. എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, ഏത് ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ള. എല്ലാവർക്കും ഒരേ ടെക്നിക്ക് അല്ലല്ലോ, പല ടെക്നിക്സ് പറഞ്ഞു കൊടുത്താലേ പറ്റും. അപ്പം ഇങ്ങനെ കുറച്ച് ടെക്നിക്സ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഞാനൊരു കമ്പൈൻഡ് ക്ലാസ് വെക്കാം. പിന്നെ കമ്പൈൻഡ് ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചൊന്ന് ഒരു മീറ്റപ്പ് പോലെ വെക്കണം, അല്ലെങ്കിൽ എന്താണ് ഒരു ഇതിൽ സംസാരിക്കണം എന്നുണ്ട്. അപ്പൊ അന്ന് നമുക്കത് സംസാരിക്കാം. അത് മിക്കവാറും തിങ്കളാഴ്ച ആയിരിക്കും. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും. ചൊവ്വാഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തിങ്കളാഴ്ച കമ്പൈൻഡ് ആക്കിയിട്ട് ഞാനൊരു മീറ്റിംഗ് വിളിക്കും, ഒരു ഹാഫ് അവർ ഒക്കെ ഉള്ള ഒരു മീറ്റിംഗ് വിളിക്കും. അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇനി സെക്ഷണൽ ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് തുറന്നു തരാനും തയ്യാറാണ്, ഇന്ന് ഓപ്പൺ ആക്കി തരാനും തയ്യാറാണ്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? സെക്ഷണൽ ടെസ്റ്റ് 2 ടെസ്റ്റ് നമ്മളിപ്പോൾ നടത്തിയിട്ടുണ്ട്. 2 3 2 ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്നാണ് ഓർമ്മ. ഓക്കെ, ആ 2 ടെസ്റ്റാണ്. സെക്ഷണൽ ടെസ്റ്റ് 2, പേപ്പർ 2ല് 2, ബാക്കിയെല്ലാം പേപ്പർ 1ലാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, സെക്ഷണൽ ടെസ്റ്റ് 2 നടന്നിട്ടുണ്ട്. ആ സെക്ഷണൽ ടെസ്റ്റ് 2 നമുക്ക് ഇന്ന് ഓപ്പൺ ആക്കി തരാൻ നമ്മൾ ഓക്കെ ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ന് ഓപ്പൺ ആക്കണോ, 2 ദിവസം കഴിഞ്ഞിട്ട് മതിയോ, നിങ്ങൾ പഠിച്ചിട്ട് മതിയോ? അങ്ങനെയൊക്കെ സെക്ഷണൽ ടെസ്റ്റിന്റെ കാര്യം ഇന്ന് വേണമെങ്കിൽ ഓപ്പൺ ആക്കി തരും, നിങ്ങൾ ചെയ്യണം എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് 2 days കഴിഞ്ഞിട്ട് പഠിച്ചിട്ടിനൊക്കെ ഡെഡ് ലൈൻ ഞാൻ വെക്കും. ഓക്കെ. അപ്പൊ തൽക്കാലം നിങ്ങൾക്ക് മാത്രം സെക്ഷണൽ ടെസ്റ്റ് ഞാൻ ഇന്ന് സെപ്റ്റംബർ 13, തിങ്കളാഴ്ച ഒരു ദിവസം കൂടെ തരും. ഇന്നും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഒരു ദിവസത്തെ കൊണ്ടൊക്കെ ഇതൊക്കെ കവർ ചെയ്തെടുക്കാം. ഞാൻ കൂടുതൽ ഡെഡ് ലൈൻ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഒരു രാവിലെ 10 മണിയോട് കൂടി സെക്ഷണൽ ടെസ്റ്റ് ഓപ്പൺ ആക്കി തരും. ഒന്ന് ഓർക്കേണ്ടത്, സെക്ഷണൽ ടെസ്റ്റ് ഓപ്പൺ ആക്കി തന്നാൽ പിന്നെ അന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ദിവസം അവധിയാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക. സെക്ഷണൽ ടെസ്റ്റിൽ കയറി കഴിഞ്ഞാൽ പുറകടിക്കരുത്. ഇവിടെ വലിയ സിസ്റ്റം ഇല്ല. അതായത് ഇപ്പം റീ അറ്റംപ്റ്റിനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾ കയറിയാൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ടേ തിരിച്ചിറങ്ങാവൂ. ഒരു കോള് വന്നാൽ കട്ട് ചെയ്ത് കളയുക, എടുക്കരുത്. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക, എടുക്കരുത് ആ സമയത്ത്. ഓക്കെ, സെക്ഷണൽ ടെസ്റ്റ് തിങ്കളാഴ്ച ഓപ്പൺ ആക്കി തരും. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സബ്മിറ്റ് ചെയ്യുന്നത് വരെയും നിങ്ങൾ ബാക്കിലോട്ട് ഇറങ്ങരുത്. ബാക്കിലോട്ട് ഇറങ്ങിയാൽ അത് അപ്പോഴും തന്നെ സബ്മിറ്റ് ആയി പോകും. അതാണ് പറഞ്ഞ ആപ്പൊക്കെ വളരെ ബേസിക് ആണ് കയ്യിലുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളോട് സഹകരിക്കുക എന്നുള്ളതാണ്. കയറുക, അത് ഫുൾ ഒരു 20 ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 20-30 ക്വസ്റ്റ്യൻ ഉള്ള 2 ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഓർമ്മ ഉള്ളത്. അപ്പൊ ഏകദേശം ഒരു 20 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ 40 മിനിറ്റ്സ്, ഒരു ക്വസ്റ്റ്യൻ 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ എയ്ഫറിൽ ചെയ്യുന്ന കണക്കൊരു ഈസിനെസ് ആപ്പിൽ പ്രതീക്ഷിക്കരുത്. സെക്ഷണൽ ടെസ്റ്റ് കയറുക, ഒരു കോൾ വന്നാൽ പോലും അറ്റൻഡ് ചെയ്യരുത്, കട്ട് ചെയ്ത് കളയുക. കാരണം അതിനകത്ത് ബാക്ക് അടിച്ചാൽ പിന്നെ ഫുൾ ബാക്ക് ആയിട്ട് പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ഒന്നേന്ന് അറ്റംപ്റ്റ് തരണം, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഇത് 10th തന്നെ ജോയിൻ ചെയ്യണം. മനസ്സിലായില്ല? വൈകിനെ ചോദിച്ചു മനസ്സിലായില്ല കേട്ടോ.
10 AM ആണോ ടെസ്റ്റ്? അല്ല 10 AM നമ്മൾ ഓപ്പൺ ആക്കി തരും, നിങ്ങൾക്ക് എപ്പോൾ വേണോ അറ്റൻഡ് ചെയ്യാം. ഞാൻ ഡെഡ് ലൈൻ വെക്കും, നിങ്ങൾക്ക് ഒരു കാരണം എനിക്ക് മെന്റർഷിപ്പ് തരണമല്ലോ. ആക്സസ് പക്ഷെ 2 ദിവസം കൊണ്ട് എടുക്കണം. ആക്സസ് ഈ ഇപ്പം ഇന്നത്തെ ആക്സസ്, അതായത് വീഡിയോസിന്റെ ആക്സസ്, റെക്കോർഡഡ് വീഡിയോസിന്റെ ആക്സസ് ഇന്ന് തന്നെ എടുക്കണം. കാരണം നാളെ രാവിലെ വീണ്ടും മെന്ററിനെ ബുദ്ധിമുട്ടിക്കുന്നതോട് യോജിപ്പില്ല. നമ്മൾ ഇന്ന് ഗ്രൂപ്പിൽ ലിങ്ക് ഇടും, അതിൽ കയറിയാൽ മാത്രം മതി, നിങ്ങൾക്ക് ആക്സസ് കിട്ടും. പിന്നെ നിങ്ങൾ നോക്കി കണ്ടുപോകാൻ മതി വീഡിയോസിന്റെ. സെക്ഷണൽ ടെസ്റ്റിൻ്റെത് നമ്മൾ അന്ന് രാവിലെ 10 മണിക്ക് ആക്സസ് തരും. വേണമെങ്കിൽ ആ ആക്സസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി ചെയ്യാം, ചെയ്യാതിരിക്കാം, നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷേ സെക്ഷണൽ ടെസ്റ്റ് തിങ്കളാഴ്ച ഏതാ തീയതി? സെപ്റ്റംബർ 15. സെക്ഷണൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങൾക്ക് ഡെഡ് ലൈൻ, എനിക്ക് മെന്റർഷിപ്പ് തരണമല്ലോ, അതിൽ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഒരു ഇത് നോക്കണം, എന്നിട്ട് വീണ്ടും ഒരു ടെസ്റ്റ് എടുത്ത് കമ്പൈൻഡ് ആയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഇതിന്റെ ഫുൾ ടെസ്റ്റ് ഉണ്ടാവും, യുണൈറ്റഡ് നേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലിപ്പം ഇന്ത്യ റിലേഷനും നമ്മൾ ഏതൊക്കെയാണ് ടോപ്പിക് എന്ന് ഇടും, സെക്ഷണൽ ടെസ്റ്റിൽ ഉണ്ടാകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഗ്രൂപ്പിൽ ഇടും, അത് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി. ഇന്ത്യ റിലേഷനും പിന്നെ ഈ ഏരിയ ആണ് ഉള്ളത്, ഏത് റീജിയണൽ ഓർഗനൈസേഷന്റെ ഏരിയ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് സെക്ഷണൽ ടെസ്റ്റിന്. ഈ 2 ഏരിയയേ ഉള്ളൂ, ആ 2 ഏരിയ പഠിക്കുക ചെയ്യാതെ ഞാൻ ഇടും. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 20 കൂടി വേറൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സെക്ഷണൽ ടെസ്റ്റും അപ്ലോഡ് ചെയ്യും. അന്ന് നിങ്ങൾ നമ്മുടെ ബാച്ചും നിങ്ങളുടെ ബാച്ചും എല്ലാവരും ഒരുമിച്ച് എഴുതും എന്നുള്ളതാണ്. അതും നിങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ തരും, അതിന് മുമ്പ് എഴുതി തീർക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ 10 AM തന്നെ എഴുതണമെന്ന് ആരും വിചാരിക്കേണ്ട. 10 AM നമ്മൾ ആക്സസ് തരും, നിങ്ങൾ അതിൽ കയറാം. പക്ഷെ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, അതായത് ക്വസ്റ്റ്യൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോണം. എഴുതാതെ ബേക്ക് അടിച്ചാൽ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബേക്ക് അടിച്ചാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് വേറെ പിന്നെ ആക്സസ് വീണ്ടും ഡിലീറ്റ് ചെയ്ത്, കാരണം ഇത് നമ്മുടെ ഓണർഷിപ്പിലുള്ള അക്കൗണ്ട് അല്ല. അപ്പൊ എനിക്ക് തന്നെ 2 അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ആ അക്കൗണ്ടിൽ കയറി പിന്നെ ഞാൻ തന്നെ എക്സ്ട്രാ കുറെ പണിയെടുത്താലേ ഓരോരുത്തർ റീ ആക്സസ് തരാൻ പറ്റും, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, മാക്സിമം നമ്മളോട് ആ ഒരു ടെക്നിക്കൽ സൈഡ് നമ്മൾ അത്ര പെർഫെക്റ്റ് അല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഒരു കോംപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാതെ കയറുന്നെങ്കിൽ, നിങ്ങൾക്ക് എക്സാം ചെയ്യാൻ തയ്യാറായി നിങ്ങൾ കയറുന്നെങ്കിൽ, നിങ്ങളുടെ ഫോൺ ഫ്രീ ആണ് എങ്കിൽ ഫോണിലേക്ക് ഒരു കോൾ വന്നാൽ ജസ്റ്റ് കട്ട് ചെയ്ത് കളയുക, എടുക്കാതെ നിൽക്കരുത്. പിന്നെ ബേക്കും അടിക്കരുത്, അത്ര മാത്രം ശ്രദ്ധിക്കുക. ലാപ്പിലാണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ വെബ്സൈറ്റിൽ കയറുക ചെയ്യുക. ലാപ്പിൽ കുറച്ച് പേര് എടുത്ത് കാണില്ല, ലാപ്പിൽ എല്ലാവരും എടുത്തോന്ന് എനിക്കറിയില്ല. അപ്പൊ ലാപ്പാണെങ്കിൽ വെബ്സൈറ്റ് ആണ്, ഇതേ അക്കൗണ്ടിൽ തന്നെ കയറുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിനൊക്കെ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ മെന്ററുമായിട്ട് സംസാരിച്ചാൽ മതി. ഭവ്യക്ക് മെസ്സേജ് അയച്ചാൽ മതി. ലാപ്പിലൊക്കെ കയറുന്ന ആൾക്കാർക്ക് ഇതേ അക്കൗണ്ട് തന്നെ ഉപയോഗിക്കാം. 2 അക്കൗണ്ട് എടുക്കരുത് തന്നെ നമ്മൾക്ക് പറയാനുള്ളൂ. 2 അക്കൗണ്ട് ആക്കരുത്. ഒന്ന് നിങ്ങൾ ഇമെയിലിലോ നമ്പറിലോ ആണ് കയറിയിരിക്കുന്നത്, അതിൽ തന്നെ കയറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനും ടെക്നിക്കൽ പരമായ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ സെക്ഷണൽ ടെസ്റ്റിന്റെ കാര്യം ഓക്കെ ആയോ? തിങ്കളാഴ്ച ഞാൻ ഓപ്പൺ ആക്കി തരുന്നു. തിങ്കൾ തൊട്ട് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഡെഡ് ലൈൻ തരും. അതിനുള്ളിൽ നിങ്ങൾ എഴുതി തരണം എന്നുള്ളതാണ്. എഴുതണം. ആ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കയറി കഴിഞ്ഞാൽ എഴുതിക്കോണം, അല്ലാതെ കയറി കഴിഞ്ഞാൽ ബേക്ക് അടിക്കരുത്, കോളുകൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ വേറെ ആക്ടിവിറ്റീസിലേക്ക് പോയാൽ അത് കട്ടായി പോകും, സബ്മിറ്റ് ആകും, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് മാത്രമേ നമ്മുടെ സൈഡിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു 40 മിനിറ്റ് ഒക്കെ ഒരു എക്സാമിന് വേണ്ടി ചിലവഴിക്കത്തില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങൾ ചെയ്താൽ, ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ MCQs ഒക്കെ ചെയ്യുമ്പോൾ ബേക്ക് അടിച്ചാൽ സബ്മിറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയൊക്കെ തന്നെ ഇതും. പക്ഷെ ഇതിൽ ജസ്റ്റ് ഒരു ഇതുണ്ടായിട്ട് ബേക്ക് അടിച്ചാൽ പോലും വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാക്സിമം ആ ഒരു ടെക്നിക്കൽ നമ്മുടെ ലിമിറ്റേഷൻ മനസ്സിലാക്കി നിൽക്കുക. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ? എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഓക്കെ ആണോ? ഞാൻ ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ തരണോ? പൊളിറ്റിക്കൽ തോട്ടിന്റെ PDF അവൈലബിൾ ആക്കില്ല. പൊളിറ്റിക്കൽ തോട്ട് എല്ലാ PDF-ഉം അവൈലബിൾ ആക്കുന്നതാണ്. പൊളിറ്റിക്കൽ തോട്ടിന്റെ PDF ഒക്കെ ഓൾറെഡി സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും, നിങ്ങൾ കയറുമ്പോൾ തന്നെ കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ വേണമെങ്കിൽ ഭവ്യ എടുത്ത് പേഴ്സണൽ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. നമ്മളത് അങ്ങനെ കൊടുക്കാത്തതിന്റെ ഒരു റീസൺ വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ സീരിയസ്നെസ്സിന് നമുക്കൊരു കുറവും തോന്നുന്നില്ല, അത്യാവശ്യം നല്ല സീരിയസ്നെസ്. നമ്മുടെ ബാച്ചിലാണെങ്കിൽ സീരിയസ്നെസ് കാണിക്കാത്ത കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സീരിയസ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ PDF തരൂ എന്നുള്ളതാണ്. നമ്മുടെ ബാച്ചിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സീരിയസ് ആയിട്ട് നമ്മൾ PDF കൊടുക്കുന്നുള്ളൂ. ഇതിലെല്ലാവരും സീരിയസ് ആണെന്ന് എനിക്ക് ഏകദേശം ബോധ്യപ്പെട്ടുകൊണ്ടാണ് PDF കൊടുക്കാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ PDF നിങ്ങൾ ആപ്പിൽ നോക്കാനും നമ്മൾ പറയും. ഇനി ഫ്യൂവലപ്പ് ബാച്ച് വരുമ്പോൾ അതിലേക്കാളും കുറച്ചും കൂടെ ഇതാവും. ഫ്യൂവലപ്പ് ബാച്ച് വരുമ്പോൾ നിങ്ങളുടെ സീരിയസ്നെസ്സും അതുപോലെ ആക്ടിവിറ്റി നമ്മൾ നോക്കും. മാക്സിമം ഇത് കഴിക്കുക. പിന്നെ അതുപോലെ പൊളിറ്റിക്കൽ തിയറി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ക്ലാസ് കയറാൻ ശ്രമിക്കുക. ക്ലാസ് കേൾക്കാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല പൊളിറ്റിക്കൽ തിയറി. മെറ്റീരിയൽ വെച്ച് പഠിക്കാൻ പറ്റത്തില്ല. മെറ്റീരിയൽ വെച്ച് നിങ്ങൾക്ക് അതൊരു ഭയങ്കര എഫേർട്ട് ഫീൽ ചെയ്യും. മെറ്റീരിയൽ വെച്ച് പഠിച്ചാൽ
അതുകൊണ്ട് പൊളിറ്റിക്കൽ തിയറി, പൊളിറ്റിക്കൽ തോട്ട്, വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് ഒക്കെ ക്ലാസ് തന്നെ കയറുക. അത് കഴിഞ്ഞ് സെപ്റ്റംബർ എൻഡോട് കൂടി കോൺസ്റ്റിറ്റ്യൂഷനും സ്റ്റാർട്ട് ചെയ്യും. ഒക്ടോബർ സെക്കൻഡ് വീക്കോട് കൂടി ഏകദേശം ഇത് കംപ്ലീറ്റ് ആകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഒക്ടോബർ സെക്കൻഡ് വീക്കോടുകൂടി എല്ലാം കംപ്ലീറ്റ് ആകണം. അതിനിടയിൽ സെക്ഷണൽ ടെസ്റ്റുകൾ മാത്രമേ തരൂ. മോക്ക് ടെസ്റ്റ് ആണ് ഒക്ടോബർ മിഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഒക്ടോബർ മിഡിലായിരിക്കും മോക്ക് ടെസ്റ്റ്. പിന്നെ ടെസ്റ്റും പ്രാക്ടീസും ഔട്ട് ഓഫ് ദ ബോക്സ് മെറ്റീരിയലും പിന്നെ പ്രഡിക്ഷൻസ് ഒക്കെ ആയിരിക്കും കൂടുതലും. അതായത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സമയവും നിങ്ങളെ വർക്ക് നമ്മൾ എങ്ങനെ നോക്കും അതിനൊക്കെയുള്ള സമയമാണ്. അതാണ് പ്രോസസ്സിൽ വിശ്വസിക്കാൻ പറഞ്ഞത്. പ്രോസസ്സ് ഗ്രാജുവലി ഒക്ടോബറിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ആയില്ല എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ ഇനിയും കുറെ ക്ലാസ്സുകൾ കാണാനുണ്ടല്ലോ, ഞാൻ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, ഞാനൊന്നും പഠിച്ചില്ലല്ലോ എന്ന് ഫീൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആദ്യമേ തന്നെ നിങ്ങളെ ഈ ടെക്നിക്കിലേക്ക്, ആ ഒരു മെത്തേഡിലേക്ക് കയറ്റണം. ആ മെത്തേഡ് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും ഒക്ടോബർ മിഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യും. പല ആൾക്കാർക്ക് ഇവിടെ കോൺഫിഡൻസ് ഇല്ല, കോൺഫിഡൻസ് കുറവാണെന്നുള്ളത് മെന്റർഷിപ്പിൽ എനിക്ക് മനസ്സിലായതാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യും. കാരണം നിങ്ങൾ 5 വർഷത്തെ PYQs നോക്കി മെറ്റീരിയൽ ഉണ്ടാക്കിയാൽ എങ്ങനെ മെറ്റീരിയൽ ഉണ്ടാക്കാം എന്ന് വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 5 വർഷത്തെ PYQs നിന്ന് കിട്ടിയിട്ടുള്ള മാക്സിമം സാധനങ്ങൾ വെച്ചിട്ട് കൺവെൻഷനലി ഉള്ള ഒരു സാധനം ബ്രേക്ക് ചെയ്തിട്ടാണ് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ടെക്നിക്കൽ സൈഡിന്റെ ലിമിറ്റേഷൻ കൊണ്ടോ നമ്മുടെ കോഴ്സ് ഫീ കുറവായിരുന്നത് കൊണ്ടോ ഒരിക്കലും അതിലൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ എനിക്ക് 2 ദിവസം മുമ്പ്, അല്ല ഇന്നലെയായിരുന്നു തോന്നുന്നു, ഈ ടെക്നിക്കൽ ബ്രേക്ക് വന്നു, വീഡിയോ ഓഫ് ആക്കി. ഇങ്ങനെയുള്ള ചെറിയ സാഹചര്യങ്ങൾ നിങ്ങൾ സഹകരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ചില ദിവസങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ഈവനിങ് 7 തന്നെ ആയിരിക്കും എല്ലാ ക്ലാസ്സും. നിങ്ങൾക്ക് ക്ലാസ് മാറ്റണം എന്നുണ്ടോ? അതുകൊണ്ട് ചോദിക്കട്ടെ. നമ്മുടെ ബാച്ചിന് ക്ലാസ് ഏർലി മോർണിംഗ് ആയിരുന്നു. ഏർലി മോർണിംഗ് ആണ് ഞാൻ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ടുവന്നത്. പിന്നെ നിങ്ങൾ വന്നുകൊണ്ടാണ് ഈവനിങ്ങിലേക്ക് മാറ്റിയത്. നിങ്ങൾക്ക് ഈവനിങ് 7 അല്ല വേറൊരു ടൈം വേണമെന്നുണ്ടോ? പോൾ ഇടേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ആക്ച്വലി എൻ്റെ പേഴ്സണൽ സൗകര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഏർലി മോർണിംഗ് ആണ് സൗകര്യം. പക്ഷെ നിങ്ങൾ ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈവനിങ് ആയിട്ടും ഞാൻ എടുക്കുന്നത്. കാരണം ഏർലി മോർണിംഗ് ഞാനൊരു ചെറിയൊരു സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സ്കൂളിലൊക്കെ ഉള്ള സ്ട്രെയിൻ അറിയാലോ. അപ്പൊ ആ സ്ട്രെയിനും കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഈവനിങ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. പക്ഷെ അത് ഞാൻ ഓക്കെയാണ്. നിങ്ങൾ അത് സീരിയസ് ആയിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഓക്കെ പറയുന്നത്. ഇത് ഓക്കെ ആണെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എയ്ഫറും എനിക്ക് തോന്നുന്നു രാവിലെയൊക്കെ ക്ലാസ് ഉണ്ടാവും. ഏർലി മോർണിംഗ് വർക്കാവും. പക്ഷെ ഏർലി മോർണിംഗ് ഞാൻ കൂടുതൽ പഠിക്കാനാണ് എല്ലാവർക്കും പ്രിഫർ ചെയ്യാൻ. ഞാൻ ഏർലി മോർണിംഗ് ഒക്ടോബർ മിഡിന് ശേഷം എല്ലാവരെയും വേറൊരു ഡിസ്കഷൻ ഗ്രൂപ്പിലേക്കൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിസ്കഷൻ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ മാക്സിമം പോകേണ്ട സമയമാണ് ഏർലി മോർണിംഗ്സ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ അന്നൊക്കെ ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കാം എന്നുള്ളതാണ്. ഏർലി മോർണിംഗ് ടൈം ആണെങ്കിൽ 6 to 7 അതൊക്കെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 5 ഒന്നും ആയിരിക്കില്ല, 6 to 7 ഒക്കെ ആയിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് നിന്നത്. 6 to 7 ആണ്. 7 to 15 ഒക്കെ വരെ. ഓക്കെ ആണല്ലോ അല്ലേ? റെക്കോർഡിങ്സ് കേൾക്കുന്ന ആൾക്കാരായാലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം നന്നായിട്ട് ഫോളോ ചെയ്യുക. അതിനുശേഷം മെന്റേഴ്സുമായിട്ടും നമ്മൾ ഈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോടോ മെന്ററിനോടോ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കുക. ഇനി നിങ്ങൾ കമ്പൈൻ ഗ്രൂപ്പ് ആക്കുമ്പോൾ ഒരു മെന്റർ അല്ലെങ്കിൽ 2 മെന്ററും കൂടെ തരും. അപ്പോൾ ആ ഒരു എക്സ്ട്രാ മെന്റേഴ്സ് വരും. അപ്പൊ മെന്റേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് PDF മെറ്റീരിയൽസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ കുറച്ച് മെന്റേഴ്സ് നിങ്ങളെ വിളിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നന്നായിട്ട് അവരോട് കോപ്പറേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ്. നമ്മൾ മാക്സിമം നമ്മുടെ ഒരു 4 പേരാണ് നമ്മുടെ ഇതിലുള്ളത്. ഈ ടീമിലുള്ള 4 പേരാണ്. ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിൽ ടെക്നിക്കൽ സൈഡ് നോക്കാൻ ഒരു ടീം കാണും. അങ്ങനെ കുറെ കാണും. നമ്മളെ ഇപ്പം ഭവ്യനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഭവ്യ, ഞാനാണ് മെയിൻ ആയിട്ട് ഈ പേപ്പർ 2ന്റെ കാര്യങ്ങൾ നോക്കുക. പേപ്പർ 1 നോക്കുന്ന വേറെ 2 ടീച്ചേഴ്സ് ഉണ്ട്. ഈ 4 പേരാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ ആയാലും മെറ്റീരിയൽ ആയാലും ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൻ്റെതായ എഫേർട്ട് ഇതിലുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കുറെ എഫേർട്ടുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഡിലേ ആയി പോകുന്നത്. ചില ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡിലേ ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഞാൻ റിയാലിറ്റിയാണ് സംസാരിക്കുന്നത്, ജെനുവിൻ ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആ ജെനുവിനിറ്റി നിങ്ങളും കീപ്പ് ചെയ്യുക, നിങ്ങളും നന്നായിട്ട് സഹകരിക്കുക. നമുക്ക് ഒരുമിച്ച് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താം എന്നുള്ളതാണ്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? ഇനി എന്തെങ്കിലും ഞാൻ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതല്ല സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ആണെങ്കിൽ ഓക്കെ.
ആക്സസ് ഇന്ന് തന്നെ എടുക്കണേ, വീഡിയോസിന്റെ ആക്സസ് ഇന്ന് തന്നെ എടുക്കണേ, നാളെ ആക്കണ്ട. എല്ലാവർക്കും ലിങ്ക് ഇട്ടേക്കാൻ ഗ്രൂപ്പിൽ, അതിന്റെ ആക്സസ് അങ്ങ് എടുത്താൽ മതി. നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തോളാം. നിങ്ങൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാവും, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഇൻ കേസ് ആരെങ്കിലും വന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ പറയും. ഓക്കെ, ആക്സസ് ഇതാക്കിയാൽ മതി, നമ്മൾ ആ ലിങ്ക് തരും. അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോ കാണുക, വീഡിയോസ് അല്ലെങ്കിൽ IPTയുടെ വീഡിയോസ് കാണും, IPT ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിന്റെ വീഡിയോസ് കാണും, പിന്നെ ഇതിന്റെ വീഡിയോസും കാണും, ഈ IRന്റെ ബാക്കി വീഡിയോസും കാണും. അതിൽ IPT രണ്ടാമതാണ്, IR ആദ്യം കണ്ടു തീർക്കുക. ഇന്റർനാഷണൽ റിലേഷന്റെ ടോപ്പിക്സ് ആദ്യം കണ്ടു തീർക്കുക, IPT രണ്ടാമത് കണ്ടു തീർക്കുക. IPT സെപ്റ്റംബർ 25 കൂടി കണ്ടു തീർക്കുക എന്നുള്ളതാണ് ഡെഡ് ലൈൻ ആയിട്ട് വെക്കുക. ഓക്കെ, സെക്ഷണൽ ടെസ്റ്റ് തിങ്കളാഴ്ച ഓപ്പൺ ആക്കി തരും. 2 ദിവസം ഞാൻ അവധി തന്നിരിക്കുന്നത് പഠിക്കാനാണ്, വെറുതെ ഇരിക്കാനല്ല. പഠിക്കാനും സെക്ഷണൽ ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാനാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ് എങ്കിൽ എല്ലാവരും ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് എക്സിറ്റ് അടിച്ച് പോകാം. അതല്ല ഇനി ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു.